കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ വചനധ്യാനത്തിന്റെ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിവസം രാത്രിയിലത്തെ സെഷനിലേക്ക് 14ാമത്തെ സെഷനിലേക്ക് വരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. ഈ പിന്നിട്ട 13 സെഷൻ ഇപ്പോൾ 14ാമത്തെ സെഷനാണ്. ഒരു മാക്സിമം 30 സെക്കൻഡ് അല്ലെ 40 സെക്കൻഡ് കൂടരുത്. നിങ്ങൾക്ക് അതെങ്ങനെ പ്രയോജനപ്പെടും? ഐ വാണ്ട് ജസ്റ്റ് ടു ഗെറ്റ് എ ഫീഡ്ബാക്ക്. ഓക്കെ, അതിശോക്തി പറയണ്ട, മസാലയൊന്നും ഇടണ്ട. എക്സാക്ട്ലി നിങ്ങൾക്ക് എങ്ങനെയാണത് വർദ്ധിച്ചായ അനിമ വർഗീസ് പ്രൈസ് ഗോഡ്. ഒരു കേൾക്കാമോ? അനിമാവും കേൾക്കാമോ? മ്യൂട്ടാണ്. എന്തോ ആക്ച്വലി എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം ദൈവവചനത്തിനോട് ഒരു പ്രത്യേക ഒരു ഈ നേരത്തെ ഉള്ളതിനേക്കാൾ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ട്. ഇപ്പോൾ ദൈവവചനം പഠിക്കണമെന്നും കൂടുതലായിട്ട് മോസ്റ്റ്ലി ഞാൻ ഇച്ചിരി സമയം ഇല്ലാത്ത ഒരാളാ, എങ്കിലും ഞാൻ സമയം കണ്ടെത്തി കയറുവാനുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായി തുടങ്ങി തന്നെ പറയാം. നേരത്തെ ഇല്ലാത്ത ഒരു ദാഹം എന്നിൽ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് കരവൊന്നുയർത്തി നമ്മുടെ കർത്താവിനെ മഹത്വം കൊടുത്താണ്. ദൈവത്തിന്റെ വചനം അനിമാവിനെ സംബന്ധിച്ച് സ്വന്തമായ ഒരു പ്രസ്ഥാനം ദുബൈയിൽ നടത്തുന്ന ആളാണ്. ഒരുപാട് ബിസിയുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ഈ 14ാമത്തെ സെഷനും വാച്ച് ചെയ്യുമ്പോൾ ആദ്യം കയറുന്നവരുടെ കൂട്ടത്തിൽ അനിമ കയറി. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സോ ബിസി, പക്ഷേ ആവേശത്തോടെ. ഒരു കാര്യം കൂടെ, എന്റെ അടുക്കൽ എനിക്ക് എന്റെ മമ്മയുണ്ട്. മമ്മിക്ക് 81 വയസ്സുണ്ട്. ആ മമ്മീനെ വെച്ചോ രാവിലെ കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. എന്നാലും ഞാൻ ആ സമയത്ത് എനിക്ക് മമ്മിയെ ശരിക്കും മമ്മിയുടെ സകല കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. അതിന്റെ ഇടയിലായി എനിക്ക് കയറി വരാൻ എനിക്ക് ദൈവം തരുന്ന ഒരു കുറിവ്. അത് കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, മോളെ സ്കൂളിൽ വിടണം. ഇതിന്റെ എല്ലാം ഇടയില് എന്റേതായ ഡ്യൂട്ടിയുടേതായ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് രാവിലെ. അതെ, എന്തായാലും എല്ലാം എന്നെ ദൈവം ഒരുക്കുന്നു ചെയ്തെടുക്കാൻ. സമയത്തിന് ഡ്യൂട്ടിക്ക് പോകാനും ദൈവം കൃപ തരുന്നുണ്ട്. എക്സലന്റ്, ഹൈലി അപ്രീഷിയേറ്റീവ്. എല്ലാവർക്കും ചേർന്ന് അനിമാമയെ അഭിനന്ദിക്കാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എല്ലാ ഉത്തരവാദിത്വം ഉള്ളപ്പോൾ അതെല്ലാം അതിന്റെ ഡിസിപ്ലിനായിട്ട് ചെയ്തുകൊണ്ട് പ്രയോറിറ്റി എന്തിനു നമ്മൾ കൊടുക്കുന്നു അതിന് നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. ഓക്കെ, താങ്ക് യു അനിമ. അനി ചേനെ ഒരു വിഷയം കൂടെ പറയാനുണ്ട്. പ്ലീസ്. ഒരു വിഷയം കൂടെ ഉണ്ട്. ആക്ച്വലി ഞാന് പെർസിക്യൂഷൻ റിലീഫ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രദറിന് അറിയാമോ? ഒരു മിനിസ്ട്രി ഉണ്ട്, പെർസിക്യൂഷൻ റിലീഫ്. ഷിബു തോമസ് അറിയാമല്ല? അതിനകത്ത് ആ ഗ്രൂപ്പിനകത്ത് ഞാനുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് 5 മണിക്ക് ഞങ്ങൾക്ക് ഒരു ടെന്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ഞാൻ 4 o'clock ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതാ. 4:15 ഒക്കെ ആകുമ്പോ അന്നേരം തുടങ്ങുന്ന പ്രെയർ ഇങ്ങനെ കണ്ടിന്യൂസ് വരുന്നത്. അത് കഴിഞ്ഞ് 6 o'clock ആ പ്രെയർ തീരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 30 minutes എനിക്ക് ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഞാൻ എന്റെ ജോലികളൊക്കെ തീർത്തേച്ച് 6:30 കയറുന്നത്. God will give you double for your trouble എന്ന് പറഞ്ഞ മാതിരി ദൈവം അതിശ്രേഷ്ഠമായി മാനിക്കട്ടെ. അനിച്ചാൻ ഒരു മിനിറ്റ്. anything you want to say? Ani, A-N-I. പ്രൈസ് ലോർഡ്. ദൈവകൃപ ഞാനിങ്ങനെ സന്തോഷമായിട്ട് പോകണു. ഇപ്പം അച്ചു നാട്ടിലായിരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഞാന് പോകുന്ന നമ്മുടെ ഈ ക്ലാസ്, ഈ വചനധ്യാനം എങ്ങനെ അനിച്ചാൻ പ്രയോജനപ്പെടുന്നു? വചനദാനത്തിൽ ഞാൻ എപ്പോഴും ഈവനിങ്ങിലാണ് കയറുന്നത്. അത് പ്രത്യേകിച്ച് അനുഗ്രഹം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവകൃപയില് അതിന്റെ ഓരോ ഭാഗങ്ങളും നോക്കുമ്പോഴും ദൈവത്തോട് കൂടുതൽ ചേർന്ന് ജീവിപ്പാനും പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ
ആർക്കും നന്മ ചെയ്യാൻ പറ്റില്ല, അവർക്ക് തിന്മ ചെയ്യാതിരിക്കുകയും അതുപോലുള്ള ഓരോ കാര്യങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പോകുമ്പോൾ ഒത്തിരി അനുഗ്രഹം തന്നെയാണ്. ശരിക്കും എനിക്ക് ഈവനിങ്ങിൽ ഈ ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അയാൾ ഈ മോർണിംഗ് 3:30 ചിലപ്പോൾ ഞാൻ ഉണരുമ്പോൾ കയറാറുണ്ട്, അല്ലാതെ എനിക്ക് കൊണ്ട് പറ്റുന്നില്ല. ആ സമയത്ത് അച്ചു മോർണിംഗിൽ അവിടെ ഉണ്ട്. എല്ലാ അനുഗ്രഹം ദൈവനാമത്തിൽ വളരെ അനുഗ്രഹം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവദാസനെയും കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ദൈവ പരിശുദ്ധാത്മാവിൽ പറഞ്ഞു തരാനുള്ള സോ സ്പിരിച്വലി വളരാനായിട്ട് ഈ സ്റ്റഡീസ് കഴിയുന്നുണ്ട് അല്ലേ? ഇത് ഒത്തിരി അനുഗ്രഹം, സ്പിരിച്വലി വളരെ ഒത്തിരി അനുഗ്രഹം തന്നെയാണ് തീർച്ചയായിട്ടും. താങ്ക് യു അൻഷ. ജിൻസി ഉമ്മൻ. പാസ്റ്ററെ, എനിക്ക് വളരെ അനുഗ്രഹീതമായിട്ടായി ക്ലാസ്സസ് പോകുന്നത്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം പ്രേയറിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കാറുണ്ട്. എത്ര വളരെ ഡീപ്പ് അത്രയൊന്നും ഇല്ലല്ലോ ഞാൻ. അന്നേരം ഞാൻ മനസ്സിലാക്കി എനിക്ക് ഒന്നുകൂടെ ഐ ഹാവ് ടു ട്രെയിൻ മീ മോർ. അത് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വചനം പഠിക്കാൻ വേണ്ടി എന്നെ ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. എനിക്ക് ഒത്തിരി കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞാൻ ദൈവത്തിന്റെ പുറകെയാണ്. ഞാനിങ്ങനെ ഒത്തിരി ഞാൻ ബൈബിൾ റീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡീപ്ലി എന്നെ കൊണ്ടുപോകുന്നുണ്ട് പല കാര്യങ്ങളിലോട്ടും. അത് മാത്രമല്ല, പാസ്റ്റർ ഇടയ്ക്ക് പറയുന്ന മോട്ടിവേഷൻ ടോക്സ്, അതെ ഞാൻ എല്ലാം എഴുതി ഹൈലൈറ്റ് ചെയ്ത് വെക്കും. വേറൊരു ബുക്കിലോട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അതെന്റെ വിഷമിക്കുന്ന ചില ടൈമിൽ ഞാൻ അതെല്ലാം എടുത്ത് നോക്കുമ്പോൾ എനിക്ക് വളരെ ഹെൽപ്ഫുൾ അതെല്ലാം. പിന്നെ പാസ്റ്റർ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മ ഫസ്റ്റ് ടീച്ചർ, പാരന്റ്സ് ആണ് ഫസ്റ്റ് ടീച്ചർ എന്ന്. എന്റെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പറയാം, അമ്മ കരയണ്ട. ഇപ്പൊ ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. 3 കുട്ടികൾ, 2 പെൺകുഞ്ഞുങ്ങളും 1 മോനും. അവന് വളരെ ഒബ്സർവേഷൻ ഉണ്ടെങ്കിലും അവന് ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെ നടക്കും. പക്ഷെ അവനും ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഞാൻ കരഞ്ഞു മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം. പിന്നെ എന്റെ ലൈഫിൽ ഒത്തിരി ഡിസിപ്ലിൻ ഇത് കിട്ടുന്നു. എസ്പെഷ്യലി പാസ്റ്റർ ഓരോ ക്വാളിറ്റീസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. വാക്കുകൊണ്ട് പോലും നമ്മൾ ആരെ ഉപദ്രവിക്കരുത്. നമ്മൾ ക്രിസ്തുവിന്റെ ക്വാളിറ്റീസ് ഉള്ളവരായിരിക്കണം. കുറ്റം പറയരുത്. പാസ്റ്ററെ, ഞാൻ ഒരു മനുഷ്യനല്ലേ, എന്നിൽ ഒത്തിരി അപാകതകളുണ്ട്. ഞാൻ പെർഫെക്റ്റ് അല്ല. ഞാൻ അതെല്ലാം എപ്പോഴും കറക്റ്റ് ചെയ്യും, തെറ്റുവരും. എന്നാലും ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കും. ദൈവമേ, ഞാൻ പിന്നെ അനാവശ്യം വ്യക്തമായ വർത്തമാനം, ടോക്ക് ലൈക്ക് ക്യാപ്സൂള് പോലെ സംസാരിക്കുക, ഇതൊക്കെ എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആണ് എന്റെ പേഴ്സണൽ ഡിസിപ്ലിന്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ. പാസ്റ്ററിനെ ഞാൻ അങ്ങനെ പരിചയപ്പെട്ടെ. ആസാദിയിൽ ആ സ്റ്റോറി പറഞ്ഞ പാസ്റ്ററിന്റെ ആ സ്റ്റോറീസ് ഒക്കെ എനിക്ക് വളരെ ഹെൽപ്പ്. അതെല്ലാം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് പിന്നെ അത് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. ആ സ്റ്റോറീസ് കഴിഞ്ഞ് അങ്ങ് കടന്നു വന്ന ആ അനുഭവങ്ങളുടെ സ്റ്റോറീസ് ഒക്കെ എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാൻ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ടീച്ചിങ്, വചനം മനസ്സിലാക്കാനുള്ള ഒരു ഫീൽഡ്, ടീച്ചിങ് പഠിക്കാനുള്ള ഒരു ഫീൽഡാണ്. എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതിനും ഒക്കെ വളരെ നന്ദി. സിസ്റ്റമാറ്റിക്കലി ദൈവവചനം ലേൺ ചെയ്യാനുള്ള ഒരു വലിയ ആഗ്രഹം ഉള്ളിൽ ഇതിലൂടെ ഉണ്ടായി. ഒരു ഡിസിപ്ലിൻ പേഴ്സണലിയും പാസ്റ്റർ പറഞ്ഞില്ലേ, അത് എന്റെ ലൈഫിലൊക്കെ നമ്മൾ എത്ര ആക്റ്റീവായിട്ടിരിക്കുക, മോർ സ്പെൻഡ് വിത്ത് ലോഡ്, അവൈലബിലിറ്റി ദൈവത്തിനോട്. ഞാൻ എപ്പോഴും ദൈവത്തോട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പം പെറുപെറുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കെല്ലാം ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ എല്ലാത്തിലും ഒരു ക്ലാരിറ്റി, അത് ദൈവം എനിക്ക് കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട് ഓരോ സമയത്തും. വണ്ടർഫുൾ. സോ സോഷ്യലി, സ്പിരിച്വലി, ഫിസിക്കലി, ഫാമിലി സെക്ഷൻ, എല്ലാ ഏരിയയിലും നമുക്കൊരു അടുക്കും ചിട്ടയും ഇതിലൂടെ ഒരു ലഭ്യമാകാനായിട്ട് അവസരമുണ്ട് അല്ലേ? താങ്ക് യു വെരി മച്ച് ജിൻസി. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ മിനി മാത്യു, ചുരുക്കം വാക്കുകൾ. എനിക്കറിയാം യു ഹാവ് മെനി എക്സ്പീരിയൻസ് ആൻഡ് ഇൻസ്പിറേഷൻസ് വേർഡ്സ്, ബട്ട് നമുക്ക് അത് കടഞ്ഞെടുത്ത ഗുളിക പോലെ ഞങ്ങൾക്കൊക്കെ 3 മിനിറ്റൊക്കെ വലിയ വേദികളിലൊക്കെ കിട്ടത്തുള്ളൂ. ചിലപ്പോൾ ഗ്രാജുവേഷന് ചിലപ്പോൾ 2 മിനിറ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്ന വന്നവർക്ക് വന്ദനം എന്ന് പറഞ്ഞേച്ച് വചനത്തിൽ കയറിയിട്ട് 2 വാക്ക് പറഞ്ഞിറങ്ങി. ഓക്കെ, താങ്ക് യു മിനിസ്. പറഞ്ഞു.
പ്രൈസ് ലോർഡ് പാസ്റ്റർ ജി. എനിക്ക് വളരെ അനുഗ്രഹമാണ്. മുമ്പേ ഞാൻ പാസ്റ്ററിനും ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ പാസ്റ്റർ ജിക്ക് എന്നെ ഇതിന് ആഡ് ചെയ്തല്ലോ. സ്റ്റുഡന്റ് അല്ല, എന്നിട്ടും എനിക്ക് പാസ്റ്റർ ജി മെസ്സേജ് ഇത് ലിങ്ക് തന്നു. എനിക്ക് ഭയങ്കര അനുഗ്രഹമാണ്. ദൈവത്തിന്റെ സന്നിധിയില് കുറെ കൂടി അടുക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് എനിക്ക് വളരെ സഹായകമായി. പിന്നെ പാസ്റ്റർ പറഞ്ഞതുപോലെ കരഞ്ഞു പ്രാർത്ഥിക്കും, വിലപിച്ചു പ്രാർത്ഥിക്കാന് കൂടുതൽ എനിക്ക് അത് സാധിക്കുന്നുണ്ട്. പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഓരോ ദിവസവും ചെയ്ത പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിന് എനിക്ക് സാധിക്കുന്നുണ്ട്. വെരി പിന്നെ ഗുഡ്. എനിക്ക് മറ്റുള്ളവരോടും ഇങ്ങനെ വചനം പറയണം. പോകുന്നവരൊക്കെ ഞാനിങ്ങനെ പോകുമ്പോൾ കാണുന്നവർക്കൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇപ്പൊ ഒരു ഓട്ടോ പോയാലും ബസ് പോയാലും നടന്നു പോയാലും ആരൊക്കെ എന്റെ മുമ്പിൽ പോകുന്ന ഇടത്തോട്ടും വലത്തോട്ടും ആരൊക്കെ പോകുന്നു അവരെല്ലാം വേണ്ടി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർക്ക് കുറവ് കണ്ട അവരുടെ കുറവുകൾ മാറ്റി അവർക്ക് നികത്തി കൊടുക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മിനിസ്റ്ററിന്റെ ഉള്ളിൽ അതെ കർത്താവ് പറഞ്ഞു അനുഗ്രഹിപ്പാൻ അവിടെ നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. സോ മറ്റുള്ളവരെ അതിനായിട്ട് മാത്രം നമ്മളെ കോൾ ചെയ്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു മിനിസ്റ്ററിന്റെ ബ്രദർ വൈദികനാണ് തോന്നുന്നു അല്ലേ? അതെ പാസ്റ്റർ ജി. എനിക്ക് പാസ്റ്റർ ജി, എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം കൂടുതൽ പ്രാപിക്കുന്നതിന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതിനു വേണ്ടി തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ക്ലാസ് വരുന്നുണ്ട്. കർത്താവ് നിങ്ങൾ നിറയ്ക്കും. നമ്മളെല്ലാം ഒരു നിയോഗത്തിലാണ്. ഈ പുസ്തകത്തിൽ നിന്നുള്ള പഠനങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിൽ ഭയങ്കര ബോധ്യമുണ്ട്. വളരെ ഹൈലി ക്വാളിറ്റിയുള്ള ഒരു ലീഡർഷിപ്പിലേക്ക് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നയിക്കുമെന്ന് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട്. ഓക്കെ, മൂന്ന് പേരും അങ്കിത്തിന്റെയും മെയിനായിട്ട് അവന് ഇതിലേക്ക് കടന്നു വരാൻ ഭയങ്കര ഒരു ആഗ്രഹമാണ്. അവനോട് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമാണ്. പക്ഷെ അവന് ഭയമുണ്ട്, ഭയങ്കര ഒരു പേടിയുണ്ട്. നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നില്ലേലും പുള്ളിക്ക് നല്ല ഭയമുണ്ട് ദൈവത്തെ കുറിച്ച്. സോ താങ്ക് യു വെരി മച്ച് മിനിസ്റ്റർ. എനിക്ക് തോന്നുന്ന ഒരു 5 മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു അല്ലേ ബാപ്റ്റിസം എടുത്തത്? അതെ അതെ അതെ. 5 മാസത്തിന് മുമ്പ് എൻ്റെ കൈക്കീഴിലാണ് സ്നാനപ്പെട്ടത്. കർത്താവ് ആ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലസൻ മോൻ, ചുരുക്ക വാക്കുകളിൽ എങ്ങനെ ബ്ലസൻ അത് പ്രയോജനപ്പെടുന്നു നമ്മുടെ ഈ വചനധ്യാനം പഠനങ്ങൾ? വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? Yes, it is possible. ആക്ച്വലി പേഴ്സണൽ ലൈഫിൽ ഇപ്പം ജോലി ഇല്ലാതിരിക്കുകയാണ്. അപ്പം ഞാനാണെങ്കിൽ പല രീതിയിൽ നമ്മളുടെ ജീവിതം എങ്ങനെ വേണമെങ്കിലും മാറിപ്പോകുന്ന ടൈമാണ്. പക്ഷെ ആ ഒരു ടൈമിൽ ദൈവത്തിന്റെ വചനത്തോട് കൂടുതൽ അടുത്ത് പലപ്പോഴും മോർണിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ 2:30 പലപ്പോഴും പണ്ടൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് അതെ അതെ മോർണിംഗ് സെഷൻ നമ്മൾ ഇവിടെ ഇന്ത്യൻ ടൈം പല രാജ്യത്തു നിന്നുള്ളവർ ഇവിടെ ഇതിനകത്ത് കൂടുന്നുണ്ടല്ലോ. നമ്മള് രാവിലെ ഇന്ത്യൻ ടൈം 8 മണിക്ക് കൂടുമ്പോൾ ബ്ലസ്സൻ ആ രാജ്യത്ത് എത്ര മണിയാ മോനെ? 2:30. താങ്ക് യു ജീസസ്. യെസ്, പലപ്പോഴും രാവിലേക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഓർക്കുമ്പോഴും ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ കാരണം എപ്പോഴും എഴുന്നേക്കാറില്ല. പലപ്പോഴും ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുന്നത്. അയർലൻഡിലാണ്, നോർത്തേൺ അയർലൻഡ് അല്ലേ? അതെ അതെ. അപ്പം പ്രത്യേകിച്ച് ഈ ഒരു പ്രാർത്ഥന വന്നപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. കറക്റ്റ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ ഞാൻ 1 മണിക്ക് 1:30 കിടന്നിട്ട് കറക്റ്റ് 2:30 ആയപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റു. എനിക്കറിയത്തില്ല, ഇങ്ങനെ ഒരു നമ്മളിലേക്ക് ഒരു ടെംപ്ടേഷൻ വരും. നമുക്ക് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഈ ഒരു ഇതുള്ളതുകൊണ്ട് ഒരു പ്രയോജനമാണ് കറക്റ്റ് ആ ടൈമിൽ. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഏതൊരു കാര്യവും കണ്ടിന്യൂസ്ലി ചെയ്തു വരുമ്പോൾ ഒരു ഹാബിച്വലായി മാറും. അപ്പോൾ ഇത് 40 ദിവസത്തെ ഇത് കണ്ടിന്യൂസ് എനിക്ക് ചെയ്യുമ്പോൾ ഇതെന്റെ ജീവിതത്തിൽ അത് വളരെ ഒരു അനുഗ്രഹവും ഇതൊരു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തുടർമാനമായി കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ദൈവത്തിന്റെ വചനത്തോട് കൂടുതൽ അടുക്കുവാനും കൂടുതലായി പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെയും ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. കർത്താവ് ധാരാളമായി വരുന്ന ഓരോരുത്തർക്ക് ഞാൻ സമയം തരാം. ജസ്സി ചാമ്പൽ 2 മിനിറ്റ്. ഓക്കെ ഫസ്റ്റ് ഞാൻ 10 മണിയാകുമ്പം ഇതിൽ നിന്ന് ഇത് കട്ട് ചെയ്തിട്ട് എനിക്ക് ഞങ്ങളുടെ ചർച്ചിന്റെ ഒരു പ്രെയർ ഉണ്ട് 10 തൊട്ട് 11.
തറച്ചു. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ 10 മണിയാകുമ്പോ പോയി എന്റെ പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ഈ ഇരിക്കത്തുള്ളൂ. രാവിലെയും ഉണ്ട്. രാവിലെ ഏതായാലും ഞങ്ങൾക്ക് 5:30 തൊട്ട് 6:30 വരെയാണ്. നമ്മുടെ ഈ പ്രെയർ 8 തൊട്ട് 9 വരെയാണല്ലോ, 9:30 വരെ. എനിക്ക് ഈ പ്രെയർ വളരെ അനുഗ്രഹമാണ്. ദൈവവചനം കൂടുതലായി പഠിക്കുവാനും കഴിയുന്നുണ്ട്. വചനം വായിക്കുന്നെങ്കിലും ഇത്രയും ആഴമായിട്ടൊന്നും നമുക്കറിയത്തില്ലല്ലോ, വായിച്ചു പോകുന്നു. പക്ഷെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വളരെ പ്രയോജനമുണ്ട്. കഴിവതും ഞാൻ എല്ലാ പ്രെയറിലും അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. Amen. 10 മണിയാകുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ മുന്നമേ കയറി പറഞ്ഞത്. Amen. No problem. Thank you, Sister. Jibi, Justin, Jitin. Jibi. പാസ്റ്റർ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. പാസ്റ്ററിലെ എനിക്കെന്ന് വെച്ചാ 2 പിള്ളേരുണ്ട്. രാവിലെ ആക്ച്വലി 3:30 ഒത്തിരി പ്രയർ ടൈം ഉണ്ട്, 4:30 സംതിങ് 5 o'clock വരെ. അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ടെല്ലാം ക്രമീകരിച്ച് മീറ്റിങ്ങിന് ഇരിക്കും. പിന്നെ പാസ്റ്റങ്ങൾ പറയുന്ന പോലെ കരയുന്ന ഒരു കണ്ണും എന്താ പറയാ സ്നേഹിക്കുന്ന ഒരു മനസ്സും ആരെയും വിമർശിക്കാത്തൊരു ഹൃദയവും ഒക്കെ വേണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. പണ്ടത്തെ പോലെയല്ല, എന്റെ മുന്നിൽ ആരും കിട്ടിയാലും ഞാൻ ദൈവവചനം പറയും. 5 minutes കൊണ്ട് ഞാനത് പറഞ്ഞു തീർക്കും. അപ്പൊ അവരെന്നോട് ഒരുപാട് തർക്കിക്കും. പക്ഷെ ഞാൻ പറയും തർക്കമൊന്നും എനിക്ക് കേൾക്കണ്ട, ജസ്റ്റ് എനിക്ക് നിങ്ങളോട് ഇൻഫോം ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ എന്റെ ലക്ഷ്യം. ദൈവം എന്നോട് ചോദിക്കരുത്, അപ്പൊ ഞാൻ ഇൻഫോം ചെയ്യുന്നു. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇപ്പൊ എവിടെ പോയാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ദൈവത്തിന്റെ വചനം അവരിലോട്ട് എത്തിക്കും. പിന്നെ എനിക്ക് കിട്ടിയ ഇൻസ്പിറേഷൻ വെച്ചാൽ പാസ്റ്ററിന്റെ മീറ്റിങ്ങുകൾ, ഓരോ മീറ്റിങ്ങുകളും യൂട്യൂബിൽ കയറി കാണുമ്പോൾ ദൈവം കൂടെ നടക്കുന്ന ഒരു ദാസനെ ഞാൻ ഇത്രയും നാളായിട്ട് അത്ര ഇതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് മോർ ഇൻസ്പിറേഷൻ ആണ് ഓരോ ദിവസം ആ മീറ്റിംഗ് കേൾക്കാൻ. ഇനി എത്ര ദിവസം ഇത് കണ്ടിന്യൂ ചെയ്ത് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല ഡ്യൂട്ടിക്ക് പോയി തുടങ്ങുമ്പോൾ. പക്ഷെ പറ്റുന്നിടത്തോളം ഒരു മീറ്റിംഗ് പോലും, ആക്ച്വലി ഈ വൈകുന്നേര സമയത്ത് നമ്മൾ പുറത്തു പോകുന്നത് ആ സാധനങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങാം. പക്ഷെ ഞാൻ അതിനുശേഷം പുറത്ത് പോകാറില്ല. കാരണം ഈ മീറ്റിംഗ് മിസ്സാകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഔട്ട്സൈഡിൽ ഇപ്പൊ പോകാറേ ഇല്ല. അങ്ങനെ തന്നെ അതിനുവേണ്ടി ഇരിക്കും. ആ ടൈം എന്തുണ്ടെങ്കിലും ആ ടൈം ഇവിടെ ഇരിക്കും. ഏർലി മോർണിംഗും അതുപോലെ ആ ടൈം മിസ് ചെയ്യാതെ ഇരിക്കും. പിന്നെ മറ്റുള്ളവരോട് ഒരു പ്രത്യേക സ്നേഹം, കാരണം എന്റെ ഡ്യൂട്ടി തന്നെ എന്നെ ചേഞ്ച് ആക്കിയെങ്കിലും എന്റെ കൂടെ ഉള്ളവരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കും, നീ എങ്ങനെ ധൈര്യപ്പെട്ടു അങ്ങനെ? അപ്പൊ ഞാൻ പറയും, ദൈവം എന്റെ കൂടെ ഉണ്ട്. ഓരോ ദിവസം വരാൻ പോകുന്നതെല്ലാം ദൈവം മുൻപേ കാണിക്കും. ഇപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും പാസ്റ്ററിനോട് പിറ്റേന്ന് അത് മീറ്റിംഗിൽ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും, ഞാൻ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ദൈവം പാസ്റ്ററിനോട് ഇടപെടുന്നുണ്ടല്ലോ. എന്ത് വിഷയം എനിക്ക് ഭാരമായിട്ട് വന്നാലും അത് പിറ്റേന്ന് മോർണിംഗ് അല്ലെ ഈവനിങ് സെഷനിൽ പാസ്റ്ററുകൾ ശുശ്രൂഷിക്കും. അങ്ങനെ എന്നോട് ദൈവം ഭയങ്കരമായിട്ട് ഈ മീറ്റിംഗിലൂടെ സംസാരിക്കുന്നുണ്ട്. എന്റെ ബ്രദർ വഴിയെ ഞാൻ ഈ മീറ്റിംഗ് ഇങ്ങനെ പാസ്റ്ററിനെ അറിയുന്നതും കയറുന്നതും എല്ലാം ദൈവം എല്ലാം ഒരു മുഖാന്തരം ഒരുക്കി. എനിക്ക് പാടാനൊന്നുള്ള കഴിവൊന്നുമില്ല. പക്ഷെ പാസ്റ്ററുകൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ സൺഡേ സ്കൂളിൽ പോലും ഞാനൊരു പാട്ടിനെ ഏൽക്കത്തില്ല. മറ്റു സബ്ജക്റ്റുകളൊക്കെ ഏറ്റാലും സോങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ ഞാൻ ഏൽക്കത്തില്ല. പക്ഷെ എനിക്ക് അറിയില്ല, എനിക്ക് അങ്ങനെ പാടാൻ പോലും അങ്കിള് പറയുമ്പോൾ ഞാൻ അങ്ങ് ഓട്ടോമാറ്റിക് ചെയ്യുക. ദൈവം എന്നെ അങ്ങനെ ഉപയോഗിക്കുമെങ്കിൽ ഉപയോഗിക്കട്ടെ. ദൈവം എന്ത് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നോ അപ്രകാരം നമ്മളങ്ങ് പോകുക. ഇപ്പം ടെൻഷൻസ് ഒന്നും ഇപ്പൊ ഇല്ല. എന്ത് മുന്നിൽ വന്നാലും മുന്നിൽ ദൈവം ഉണ്ട്, നമ്മുടെ കൂടെ ദൈവം ഉണ്ട്. ദൈവത്തെ കൂടുതൽ അറിയുമ്പോൾ കൂടുതൽ പ്രതിസന്ധികൾ വരും. അപ്പൊ പിടിച്ചു നിൽക്കാനുള്ള ഒരു കൃപ, അതിനുവേണ്ടി ദൈവം എന്നെ ഇതിൽ ദൈവവചനം പഠിക്കാൻ കൊണ്ടു നിർത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകരോട് സുവിശേഷം പറയാം. എന്റെ ജോലി മേഖലയിലായാലും ഞാൻ ഇനി ചെല്ലുന്ന മേഖലയിലായാലും ദൈവത്തിന്റെ കൃപ എനിക്ക് ഏറ്റവും അനുഗ്രഹമാണ്. ഇതിൽ കടന്നു വരുന്നവരായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. Praise God. She will be a best tent maker. Okay. ഏറ്റവും പൗലോസ് പറഞ്ഞ മാതിരി കുടാരപ്പണിയോടുകൂടി കർത്താവിന്റെ വേലയിൽ വ്യാപൃതയാകുവാൻ ജീവിക്കും തന്റെ പ്രിയപ്പെട്ടവനും കുടുംബത്തിനെല്ലാം കർത്താവ് കൃപ നൽകട്ടെ. ഷൈബി, നവീൻ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ, ഞാൻ എന്താ പറയണേ, ഞാനും ഇത് പറഞ്ഞ പോലെ ഞാനൊരു സിംഗിൾ മദറാണ്. പാസ്റ്റർ ഞാനിവിടെ ബോംബെയിൽ വന്നപ്പോ ഞാനും മോളും വന്ന് കണ്ടായിരുന്നു, ഓർക്കണുണ്ട്. അപ്പോ ഞാനും ഇത് പറഞ്ഞ പോലെ വർക്കിംഗ് ആണ്. രാവിലെ മോളെ സ്കൂളിൽ വിടണം, അത് കഴിഞ്ഞ് വന്ന് പിന്നെ വീട്ടിലത്തെ ജോലിയെല്ലാം ഇത് ചെയ്തിട്ട് വേണം പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ. അത് കഴിഞ്ഞ ഈവനിങ്ങിൽ വന്നിട്ട് പിന്നെയും ഇത് തന്നെ റൂട്ടീൻ ഇങ്ങനെ. പക്ഷെ ആക്ച്വലി ഓൾറെഡി ഞാനൊരു ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞായിരുന്നു. അപ്പോ ആ ക്ലാസ് ജസ്റ്റ് ഇപ്പൊ ഇത് തീർന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, അതും ഇതിപ്പോ ഞങ്ങക്ക് കറക്റ്റ് 9 o'clock
അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം പറയുവായിരുന്നു, അയ്യോ ഇനി നമ്മൾ ഇനി 9 o'clock എന്ത് ചെയ്യും, ഇനി നമ്മൾ ആ സമയം ഒത്തിരി. അപ്പൊ ഈ കറക്റ്റ് ആ സമയത്ത് ആ പാസ്റ്റർ, ഞാൻ സ്റ്റുഡന്റ് അല്ല എന്നാലും പാസ്റ്റർ മെസ്സേജും മീറ്റിങ്ങിന്റെ ലിങ്കും ഒക്കെ അയക്കാറുണ്ട്. ഇതെനിക്ക് ഒത്തിരി ആ കറക്റ്റ് സമയത്ത് ദൈവം എന്റെ ആ ഹൃദയത്തിന്റെ ആ ചിന്ത അത് അറിഞ്ഞതുപോലെ ദൈവം എനിക്ക് ആ കറക്റ്റ് സമയത്ത് ആ ലിങ്ക് അയച്ചു തന്നു. ഒത്തിരി വളരെ അനുഗ്രഹം ആ പാസ്റ്ററിന്റെ ആ സാക്ഷി ആസാദിയിൽ കേട്ട അന്ന് തൊട്ട് മിക്കതും എല്ലാ എല്ലാ ഇതും ഞാൻ കാണാറുണ്ട്. ഒത്തിരി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കാനൊക്കെ എനിക്ക് ഇതിൽ കൂടെ സാധിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ആക്ച്വലി ആ കറക്റ്റ് സമയത്തിന് ജോലിയൊക്കെ കുറച്ചൊക്കെ തീരാറില്ല ആ സമയത്തിന്, എന്നാലും അത്രയും ഇത് ചെയ്ത് എന്നാണെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് നോർമലി തന്നെ പ്രാർത്ഥിക്കാൻ ഇരുന്നാൾ മോളവൾക്ക് പഠിക്കാനുണ്ട്, ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ ഇരുന്നാലും എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇത്രയും സമയം ഇരിക്കാനും കോൺസെൻട്രേഷൻ അങ്ങ് കിട്ടണില്ല. അല്ലെങ്കിൽ പിന്നെ ഫോണിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ആരോടെങ്കിലും അൺനെസറി ഫോണിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാം അവോയ്ഡ് ചെയ്ത് ആ കറക്റ്റ് സമയം എന്റെ ആ ജോലിയും ആ ഓഫീസിൽ പോകണേന്റെ ആ ഇടയ്ക്കുള്ള ആ കറക്റ്റ് സമയം ഇങ്ങനെ വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ ദൈവം, സ്വർഗത്തിലെ ദൈവം ആ സമയത്ത് എനിക്ക് കൃപ ചെയ്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഷൈബിക്ക് സ്റ്റഡി എങ്ങനെ പ്രയോജനപ്പെടുന്നുണ്ട്? സ്റ്റഡി എനിക്ക് ഒത്തിരി അനുഗ്രഹമാണ്. ഞങ്ങൾ ആദ്യം ആ ബൈബിൾ ഇപ്പൊ ജസ്റ്റ് ആ കഴിഞ്ഞ ബൈബിൾ ക്ലാസ് അവര് ഇൻ ജനറൽ അത് എടുത്തു പോർന്നു. എനിക്ക് ബൈബിൾ പഠിക്കാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ നിന്ന് വന്നതാണ്, ബൈബിൾ അത്ര ഇതായിട്ടില്ല. പക്ഷെ ഇതിപ്പോ ആ പോയിന്റ് അത് പഠിക്കുന്നത് ഒത്തിരി കറക്റ്റ് ആ ശരിക്കും മനസ്സിലാക്കി ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ആ ക്ലാസ് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പാസ്റ്റർ പറഞ്ഞ അത് തന്നെ ആയിരിക്കും എന്റെ മനസ്സിൽ ഇങ്ങനെ ഞാനിങ്ങനെ ഇത്രയും ഇത്രയും കോൺസെൻട്രേഷനോട് കൂടി ഞാൻ ഒരു മീറ്റിങ്ങിലും അങ്ങനെ ഞാൻ ഈവൻ എന്റെ ബൈബിൾ ക്ലാസ് പോലും ഞാൻ ഇത്ര ഇതായിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇത് ദൈവം അതിനുള്ള ഒരു കൃപ അത് എനിക്ക് ദൈവം തന്നതുപോലെ എനിക്ക് തോന്നുന്നു. ഒരു മീറ്റിംഗ് തുടങ്ങി അന്ന് തൊട്ട് ഒരു മീറ്റിംഗും ഞാൻ മിസ് ചെയ്തില്ല. ഇച്ചിരി ലേറ്റ് ആണെങ്കിലും അത് ഞാൻ ജോലിയെല്ലാം ഒന്ന് ഇത് ചെയ്തിട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒത്തിരി അനുഗ്രഹമാണ് ഷൈബി. ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് പോലെ നാം ഡിസ്കഷൻ ചെയ്ത് പഠിക്കുന്ന ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം നൽകാം. സിസ്റ്റർ ആൻസി എബ്രഹാം. പ്രൈസ് ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. വീഡിയോ ഓൺ ചെയ്യാൻ. സോറി പാസ്റ്റർ. ഓക്കെ, എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ഞാൻ ഈ ബൈബിൾ സ്റ്റഡി വാസ്റ്റ് പ്രാർത്ഥനയുടെ ആദ്യ ദിവസം മുതൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എങ്കിലും എനിക്കങ്ങനെ നൈറ്റ് ടൈം ഇവിടുത്തെ നൈറ്റ് ടൈമിലാണെങ്കിൽ തന്നെ അന്നേരം ഈ ഡിന്നർ ടൈം കാര്യങ്ങൾ, പിള്ളേരെ ഹോംവർക്ക് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എങ്കിൽ തന്നെയും പല ബന്ധപ്പാടുകൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും 3 കൊച്ചുങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ ഈ മീറ്റിംഗ് ഏത് ജോലിയിലാണെങ്കിൽ പോലും എൻ്റെ ഏർപ്പാട് വെച്ചിട്ട് ഞാനിത് കേൾക്കാൻ ട്രൈ ചെയ്യും. കാരണം അത് മിസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്ന കർത്താവാണ്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവമാണ്. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം തന്നെ പാസ്റ്ററുകൾ ചോദിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ എൻ്റെ വിഷയമായിട്ട് പറഞ്ഞായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ആവശ്യമുണ്ടോ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലോട്ട് അടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തിലെ മാറ്റങ്ങൾ, എൻ്റെ ചിന്താഗതികൾ വരേണ്ട മാറ്റങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ചേഞ്ചസ് ആവശ്യമുണ്ടെന്ന് ദൈവത്തിനറിയാം, അതുപോലെ തന്നെ എനിക്കും അറിയാം. എന്നാലും ഞാൻ ഈ ബദ്ധപ്പാടുകളുടെ നടുവിൽ തന്നെ ഞാൻ ഇതിലായിരിക്കുമ്പോൾ ഞാനിത് കേൾക്കും. ആ ദിവസം എനിക്ക് വേണ്ടുന്ന എന്തെന്ന് വെച്ചാൽ ആ ദിവസം ഒരു കാര്യം ദൈവം എന്നെ കേൾപ്പിക്കും. അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മുടെ സാഹചര്യങ്ങൾ കർത്താവിനറിയാം. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന മഹാസ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും.
ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കർത്താവെ വാഗ്ദത്തങ്ങളെ നേടിയെടുക്കുവാൻ എനിക്ക് വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. ആ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം രൂപാന്തരങ്ങൾ ദൈവത്തിന് മാറ്റം ആവശ്യമുണ്ട്, അതെല്ലാം കർത്താവിന് നന്നായിട്ട് അറിയാം. സ്തോത്രം. ഈ ബൈബിൾ സ്റ്റഡിയിൽ, ഈ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെല്ലാം ഒന്ന് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സ്തോത്രം ഒരു വാക്കിൽ കൂടെയാണെങ്കിലും, ഒരു വചനത്തെ കൂടെയാണെങ്കിലും, ഒരു പാട്ടിൽ കൂടെയാണെങ്കിലും, ഒരു ആരാധനയുടെ ശബ്ദത്തെ കൂടെയാണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ആ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലായിരുന്നെങ്കിൽ പോലെ അവൻ മറിയാൻ നല്ല അംശം തിരഞ്ഞെടുത്ത പോലെ കർത്താവിന്റെ സന്നദ്ധയെ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹത്തെ മാനിക്കുന്ന കർത്താവാണ് ദേവദാസനാ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടുത്തെ നല്ല താല്പര്യത്തിലാ ദൈവത്തെ മഹത്വപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് കർത്താവ് ഞാൻ ആശംസിക്കുകയും പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസത്തിലാണ് ഇരിക്കുന്നത്. സ്തോത്രം. Amen. Thank you very much for blessed testimony. കർത്താവ് ധാരാളമായി ഉപയോഗിക്കട്ടെ, മാനിക്കട്ടെ. ഒത്തിരി കൃപയും താലന്തും ഒക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ദൈവരാജ്യത്തിന് വേണ്ടി ആഗോളമായി പ്രയോജനപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ സാധ്യത ഒരുക്കാൻ നമുക്ക് കണ്ടിന്യൂ പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച്. ശ്രീമോനെ ഓഫീസിലായതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ടോക്ക്, റൈറ്റ്? ഓക്കെ. വീട്ടിൽ തന്നെയാ, ബട്ട് എനിക്ക് ഇത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസാ. ഇത് ആക്ച്വലി ബൈബിൾ കോളേജ് ആയിട്ട് അമ്പലി മാത്രമേ ജോയിൻ ആയുള്ളൂ. ബട്ട് ഐ എം ജോയിനിങ് ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്കുന്നപ്പോ എല്ലാം ഞാൻ ജോയിൻ ആവും. എനിക്ക് ആസ് ബിഫോർ ഒരു സിസ്റ്റർ പറഞ്ഞതുപോലെ അന്ന് ഏത് വേണോ അത് കറക്റ്റായിട്ട് പാസ്റ്റർ അന്ന് വാക്യം പറയും എനിക്ക്. പിന്നെ ചുമ്മാതെ അതും ഇതും വേസ്റ്റ് ആയിട്ട് മീറ്റിങ്ങും പഠിക്കുന്നതിനേക്കാളും ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് ഞാൻ ജോയിൻ ആവും പാസ്റ്റർ. ചുമ്മാതെ ടൈം വേസ്റ്റ് ചെയ്യാൻ ഒത്തിരി ഉണ്ട് വർക്ക് ചെയ്യുന്നപ്പോഴും. അല്ലാതെ ഈ കേട്ടോണ്ടും ഇരിക്കാമല്ലേ എന്ന് ജോയിൻ ആവും. ദൈവം അങ്ങനെ ഒരു ഡിഫറെന്റ് ഇതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നൊക്കെ ചേഞ്ചസ് എന്റെ ലൈഫിൽ വേണം. അതെല്ലാം പാസ്റ്റർ ഓരോ ദിവസം പറയുന്നത് പോലെ ഉണ്ട് എനിക്ക്. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു വെരി മച്ച് ശ്രീമോൻ. അതെ, എനിക്ക് ഫുള്ള് മലയാളം ശരിയായിട്ട് അറിയത്തില്ല, ബട്ട് ഐ എം അണ്ടർസ്റ്റാൻഡിങ് എ ലോട്ട്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അമ്പലി സൈഡിൽ കാണും, ഉടനെ ഞാൻ ചോദിക്കും എന്നാ പറഞ്ഞത്. ഓക്കെ, സെക്രട്ടറി അടുത്തുള്ളത് കൊണ്ട് ആ സന്തോഷം ഭയങ്കര കേട്ടോ. നമുക്ക് അപ്രീഷിയേറ്റ് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ഗോഡ്. ശ്രീമോൻ ബ്രദറിന്റെ നല്ല ടെസ്റ്റിമണി, അത് വളരെ ബ്ലെസ്സിങ് ആയിരുന്നു കേട്ടത്. അതാത് ദിവസം വേണ്ടുന്നത് ലഭിക്കുന്നു. ശ്രീമോൻ ബ്രദറിന്റെ വൈഫ് അമ്പിളി സിസ്റ്റർ എങ്ങനെ നമ്മുടെ ഈ ക്ലാസ്സിൽ പ്രയോജനപ്പെടും? ഈ ക്ലാസ് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ് പാസ്റ്റർ. പ്രത്യേകിച്ച് എന്നാന്ന് പറഞ്ഞാൽ വചനത്തിൽ നിന്ന് ദൈവത്തിന്റെ ദാസൻ പഠിപ്പിക്കണപ്പോ അത് പുതിയ റെവലേഷൻസ് എല്ലാം കിട്ടാനും അത് ദൈവത്തിന്റെ വചനത്തോട് കൂടുതലൊന്ന് അടുക്കാനും ഞങ്ങളെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാനും അത് വളരെ അനുഗ്രഹമായിട്ടുണ്ട്. അതാണ്. അതുപോലെ പ്രാക്ടിക്കൽ ലൈഫിന് വേണ്ട ഓരോരോ കാര്യങ്ങള് ദൈവത്തിന്റെ ദാസൻ ഓരോ ദിവസം പറഞ്ഞു തരുന്നത് അതെല്ലാം വളരെ അനുഗ്രഹം. വണ്ടർഫുൾ. താങ്ക് യു അമ്പിളി സിസ്റ്ററെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അത് ലൈഫിൽ ഒത്തിരി പ്രയോജനപ്പെടുന്നു എന്ന് കേൾക്കുന്നത് നമുക്ക് കൂടുതൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇടയാകുന്നു. അച്ചു സിസ്റ്ററെ. ഹായ് പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. ഞാന് വചനധ്യാനം ഒരു പ്രസംഗത്തെക്കാൾ കൂടുതലായിട്ട് ജീവിതത്തില് മാറ്റേണ്ട പല സ്ഥലങ്ങളിലും മാറ്റം വരുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് പോലെ പല കട്ടകളും ഇനിയും ഉടഞ്ഞ് അലിഞ്ഞ് ചേരേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരു പുതുക്കം പ്രാപിക്കാനായിട്ട് ഈ വചനം ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഞാൻ വിചാരിക്കും പാസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് പാടില്ല, അത് കുറെ കൂടെ നന്നായിട്ടാവണം, കുറെ കൂടെ എല്ലാ കാര്യങ്ങളിലും സ്പിരിച്വലി കുറെ കൂടെ മുന്നേറണം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് കർത്താവ് എനിക്ക് തരുന്നുണ്ട്.
പക്ഷെ പെട്ടെന്ന് അതിലേക്ക് മാറ്റി വരാനായിട്ട് ഒത്തിരി താമസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോ പ്രാവശ്യവും പരിശുദ്ധാത്മാവിന്റെ സഹായം തേടി വചനത്തിന്റെ ആ ആഴങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ധ്യാനത്തിൽ കൂടെ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രസംഗത്തേക്കാൾ കൂടുതലായിട്ട് വചന ധ്യാനം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ചെലുത്തുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഓപ്പണായിട്ട് അധികം പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയാണ്. വീട്ടിലൊക്കെ എല്ലാ കാര്യങ്ങളും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമെങ്കിലും അല്ലാതെ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. എനിക്ക് വചനം വായിക്കുന്നതായിരുന്നു എപ്പോഴും ഇഷ്ടം. പക്ഷെ എങ്കിൽ ഇപ്പൊ കുറെ കൂടെ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ കുറെ കൂടെ പ്രാർത്ഥിക്കാനുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ട്. അതുകൊണ്ട് കുറെ കൂടെ പ്രാർത്ഥിച്ച് മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നു. വണ്ടർഫുൾ. എത്ര നിഷ്കളങ്കമായ തുറന്ന സാക്ഷ്യമാണ് പറഞ്ഞത്. അനിച്ചാൻ എന്തൊരു ഹാപ്പിയാണ് നമ്മളെക്കാൾ. എന്തായാലും UK തിരിച്ചു ചെല്ലുമ്പോൾ വന്നപോലെയല്ല, ഏറിയ ദൈവകൃപയോട് അവിടെ അല്ല പാസ്റ്റർ, എനിക്ക് വേറൊരു ആഗ്രഹം, ഞാൻ എപ്പോഴും പണ്ട് മുതലേ പ്രാർത്ഥിക്കും ദൈവമേ ഒരു ദിവസം ഒരാളോടെങ്കിലും ഒരു വചനം പറയാൻ, അത് ഫോണിലാണെങ്കിലും കാണുമ്പോഴാണെങ്കിലും കർത്താവിനെ കുറിച്ച് ഒരു സാക്ഷ്യം പറയണമെന്ന് എന്റെ ജീവിതത്തിൽ അന്ന് മുതൽ ഞാൻ എടുത്ത ഒരു തീരുമാനമായിരുന്നു. അതിപ്പോഴും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും എനിക്ക് അവരോട് അപ്പം തന്നെ വചനം പറയാമെന്ന് തോന്നി ഞാൻ അവരോട് പറയാനും കർത്താവിന്റെ ഒരു സാക്ഷിയാകാനും എനിക്ക് സാധിച്ചത്. അത് ഞാൻ ഫോണിൽ കൂടെ ആണെങ്കിലും അത് പറയും. ഇന്ന് ഞാനൊരു വീട്ടിൽ പോയിരുന്നു, ഞാൻ അവിടെയും അവരോടും കർത്താവിന്റെ സാക്ഷ്യവും എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തതും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ദൈവം എന്നെ അതിനു വേണ്ടിയിട്ട് ഒരുക്കി കുറെ കൂടെ മുന്നേറുവാൻ തക്കവണ്ണം എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ, വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിരിക്കുകയാണ് സിസ്റ്റർ, റൈറ്റ്? ഞാനത് പ്രവചനം പറഞ്ഞല്ല, എന്നോട് അനിച്ചാൻ പറഞ്ഞു, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഏറിയ നാളുകൾക്ക് മുമ്പേ ദൈവം കൊടുത്ത ആ ആത്മഭാരം ഈ ക്ലാസ്സുകളിൽ കുറച്ചുകൂടി ഒരു കൺഫർമേഷനായി ഒന്നുകൂടെ ഷാർപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ്. നാട്ടിൽ വന്നപ്പോഴേ ഒരു ആക്സിഡന്റ് വിധേയപ്പെടേണ്ടി വന്നു എങ്കിലും അത് പോലീസ് സ്റ്റേഷൻ രണ്ടാം ദിവസം അത് സുവിശേഷം സ്റ്റേഷനിൽ പറയാനൊരു മുഖാന്തരമായിട്ട് അതിനെ പോസിറ്റീവായിട്ട് എടുത്തു. അറിയാം, ഒരു കാരാഗ്രഹ പ്രമാണി ദൈവകൃപയിൽ വരണമെന്നുണ്ടെങ്കിൽ ജയിലിൽ ചെന്നൊരാൾ പറയണം, എന്നെ പിടിച്ച് ജയിലിലിടെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ആരും ഇടത്തില്ല. പക്ഷേ നമുക്കറിയാം അതിന്റെ മുഖാന്തരമൊക്കെ പക്ഷെ അത് നന്മയ്ക്കായി. താങ്ക് യു വെരി മച്ച്. ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എലിസബത്ത്, പ്രൈസ് ഗോഡ്. ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നു. ഈ മീറ്റിംഗ് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്നു. എന്റെ ഹസ്ബൻഡ് മീറ്റിംഗിലുണ്ട്, സന്തോഷ് ബേബി. കുടുംബമായി ഞങ്ങൾക്ക് ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബ്ലസൻ ബ്രദർ പറഞ്ഞ പോലെ ഞങ്ങൾ UK-ലാണ്. രാവിലെ 2:30-ക്കാണ് ഇവിടെ ഞങ്ങൾക്ക് മീറ്റിംഗ് തുടങ്ങുന്നത്. രാവിലെ ഞങ്ങളെല്ലാം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് വൈകിട്ടായാലും 3:30-ക്ക് മീറ്റിംഗ് തുടങ്ങുന്ന സമയം മക്കള് സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന സമയമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈവനിങ്ങിലെ മീറ്റിംഗിൽ കയറാൻ കുറച്ച് ലേറ്റ് ആകുന്നത്. കൃപയാൽ ഇതുവരെയുള്ള എല്ലാ സെഷനും അറ്റൻഡ് ചെയ്യാൻ ദൈവം ഞങ്ങൾക്ക് സഹായിച്ചു. എല്ലാ മീറ്റിങ്ങുകളും ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. പല പുതിയ ആത്മീക പാഠങ്ങളും പഠിക്കുവാൻ ദൈവം സഹായിച്ചു. വചനമൊക്കെ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. അതുപോലെ പല മീറ്റിങ്ങുകളിലും, പ്രത്യേകിച്ച് ഇന്ന് രാവിലത്തെ സെഷൻ, ദൈവം നമ്മുടെ ഹൃദയത്തെ അറിഞ്ഞ് ആഴമായി നമ്മളോട് സംസാരിക്കുന്നത് അനുഭവിച്ചറിയാൻ ദൈവം ഒരിക്കൽ കൂടെ കൃപ തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. അവർ കുടുംബമായി ജോലിയോടൊപ്പം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ശരിക്കും കോളിംഗ് ഉള്ള ഒരു ഭവനമാണ്. നിങ്ങളെല്ലാവരും വിശേഷാൽ ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഓക്കെ. ലീലാമ്മ തോമസ്, നമ്മുടെ വിദ്യാർത്ഥികളിൽ അത്യാവശ്യം പ്രായമുള്ള യൗവനക്കാരിയായ വിദ്യാർത്ഥിയാണ്. 70 പ്രായം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞാൽ ശരിയാകത്തില്ല. ലീലമാമ ലൈനിലുണ്ട്? കേൾക്കാമോ ലീലമാമ? ലീലാമ്മ തോമസ് കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ. 9:30 മാമ അല്പം കൂടെ കഴിയുമ്പോൾ പ്രതികരിക്കും. എനിക്ക് തോന്നുന്നു മറ്റെന്തോ ഒരു പ്രോഗ്രാമിൽ എൻഗേജ് ആയിരിക്കുകയാണ്. ഓക്കെ. താങ്ക് യു വെരി മച്ച്. ബിനു റോയ് കേൾക്കാമോ? ബിനു റോയ്. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഞാൻ ഇസ്രായേലിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. ശരിക്കും ഞാനിത് 3-ാമത്തെ ദിവസം, പ്രയറിന്റെ 3-ാമത്തെ ദിവസം ഞാൻ യൂട്യൂബിലാണ് ഇത് ആദ്യം കാണുന്നത്.
അപ്പൊ എനിക്ക് പരിചയം ഒരു അങ്കിള് തോമസ് ജോസഫ് എന്ന് പറഞ്ഞ പൂനെയിൽ ഒരു അങ്കിൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ അങ്കിളിനോട് ഞാൻ ഇതിന്റെ ലിങ്ക് ചോദിച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്യുക ചെയ്തത്. ഞാൻ ഡ്യൂട്ടിയിലാണ്. എന്നാൽ ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എനിക്ക് ഫുൾ ടൈം ഇരിക്കാൻ ടൈമില്ലെങ്കിൽ ഞാനത് സ്പീക്കറിൽ വേണ്ടിയിട്ട് ഞാൻ മൊത്തം കാണാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്പിരിച്വലായിട്ട് എനിക്ക് വളരെ ബ്ലെസ്സിങ് ആണ്. അതുപോലെ എനിക്ക് ഒന്നുകൂടി പ്രാർത്ഥിക്കണം, ആത്മാക്കളെ നേടണം എന്നുള്ള ഒരു തീവ്രമായ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു. പിന്നെ എനിക്ക് കൂടുതൽ എല്ലാവരും ക്ഷമിക്കാൻ ഒരു കൃപ എനിക്ക് കിട്ടി. പിന്നെ ജോലിയിലാണെങ്കിലും കുറച്ചൊരു വിശ്വസ്തയായിരിക്കണം. അങ്ങനെ എൻ്റെ ശരിക്കും എൻ്റെ ആത്മീയ ജീവിതത്തിലും എൻ്റെ ഭൗതിക ജീവിതത്തിലും എനിക്ക് ഒത്തിരി ബ്ലെസ്സിങ് ആണ് ഇത്. എനിക്ക് രാവിലെ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഞങ്ങൾക്ക് വേറൊരു നാട്ടിൽ 6 മണിക്ക് ഇവിടെ, അതായത് ഇവിടെ 2:30-ക്ക് ഞങ്ങൾക്കൊരു പ്രെയർ ഉണ്ട് നാട്ടിൽ 6 മണിയാകുമ്പം. അപ്പൊ അത് കഴിയുമ്പം 3:30, 3:45 പിന്നെ എനിക്കിതിന് ജോയിൻ ചെയ്യാം. പക്ഷെ ഞാൻ യൂട്യൂബിൽ എടുത്ത് കാണാറുണ്ട്. എന്റെ സ്പിരിച്വൽ ലൈഫിൽ എനിക്ക് വളരെ ബ്ലെസ്സിങ് ആണ്. ഒത്തിരി പ്രാർത്ഥിക്കണം, ആത്മാക്കളെ നേടണം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന തീവ്രമായ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി താങ്ക് യു പാസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ നല്ല മനസ്സും നല്ല ആഗ്രഹവും നമുക്ക് ശരിയായ ഒരു ശിഷ്യത്വത്തിന്റെ ഒരു ഉൾക്കാഴ്ചയൊക്കെ ഈ പഠനത്തിലൂടെ കേൾക്കാൻ കഴിയുന്നത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. നമ്മുടെ അധ്വാനം വെറുതെയല്ല എന്ന് ഓർക്കുമ്പോൾ കൂടുതൽ നമുക്കത് സന്തോഷമായി തീർന്നു. ഗോഡ് ബ്ലെസ് യു. റീന ബോബസ്, എങ്ങനെ പ്രയോജനപ്പെടുന്നു ഈ വചനധ്യാനം? പാസ്റ്റർ, ദൈവകൃപയാൽ എനിക്ക് വളരെ അനുഗ്രഹമായിട്ട് ഈ മീറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ദൈവം സഹായിച്ച ആദ്യത്തെ സെക്ഷൻ തൊട്ട് തന്നെ ഇതിലെല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കാനൊക്കെ സാധിക്കാറുണ്ട്. ആവോള സമയം ഇനി എന്തെങ്കിലും എനിക്ക് ഒന്ന് പറ്റിയില്ലെങ്കിൽ ഞാൻ എനിക്ക് ഫ്രീ ടൈം അടുത്ത സെക്ഷനിൽ കയറുന്നതിന് മുന്നേ തന്നെ യൂട്യൂബിൽ കയറി ഞാനത് കേൾക്കാൻ എനിക്ക് ദൈവം സഹായിക്കുന്നുണ്ട്. ക്ലാസ് എനിക്ക് വളരെ അനുഗ്രഹമാണ്. മാത്രമല്ല എനിക്ക് ഈ ദിവസങ്ങളിൽ ആ ഫസ്റ്റ് ദിവസം തൊട്ട് തന്നെ ഈ 40 ദിവസവും ദൈവം സഹായിക്കുന്ന പോലെ കർത്താവിന്റെ സന്നിധാനത്തിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ദൈവം ഇത്രത്തോളം സഹായിച്ചു. ഇനി അങ്ങോട്ട് എൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. ഈ 40 ദിവസവും കഴിയുന്നിടത്തോളം കർത്താവ് സഹായിക്കുന്ന പോലെ എല്ലാം ഉപവാസത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മീറ്റിംഗ് എനിക്ക് ഒത്തിരി അനുഗ്രഹമാണ്. കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ ഇവിടെ ചർച്ച് മിനിസ്ട്രി ആണ്. അപ്പോഴേ ഓരോ ദിവസവും കിട്ടുന്ന വചനം എല്ലാം അത് വളരെ ഉപകാരം. ഞങ്ങൾ പാലക്കാടാ പാസ്റ്റർ, പാലക്കാട് വടക്കഞ്ചേരി. അതെ, ഉള്ളത് 10th പഠിക്കുന്നു. വചനം അതുപോലെ തന്നെ എനിക്ക് പാസ്റ്റർ പറയുന്ന ഓരോ കാര്യങ്ങളും ഡെയിലി ലൈഫിൽ മറ്റുള്ളവരോട് പറയാനൊക്കെ ഇന്ന കാര്യം ഒരു സാഹചര്യം വരുമ്പോൾ പാസ്റ്റർ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ഇങ്ങനെ വേണം ചെയ്യാന്. ആ വചനം അപ്പൊ എനിക്ക് ഓർമ്മ കിട്ടാനൊക്കെ ദൈവം സഹായിക്കുന്നുണ്ട്. വചനം അത് വളരെ ഉപകാരപ്രദമായ ഡെയിലി ലൈഫിലായി ആക്കി തീർക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു. ഒത്തിരി ഒത്തിരി സഹായിക്കുന്നു. ഹൃദയത്തെ നമ്മളെ കാണുന്ന ദൈവമുണ്ട്. ആ വാക്ക് എനിക്ക് എപ്പോഴും പാസ്റ്റങ്ങളിലൂടെ ഒക്കെ കേൾക്കുമ്പോഴൊക്കെ അത് വളരെ മറ്റുള്ളവരോട് അത് പറയാനും ആവുന്നിടത്തോളം കർത്താവ് സഹായിക്കുന്ന ഒത്തിരി അനുഗ്രഹമാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ മീറ്റിങ്ങിലുള്ളവരെയൊക്കെ ഓർക്കാനൊക്കെ ഒരു പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓർക്കാന് ഈ ഇന്നിപ്പോ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടെങ്കിൽ പോലും ഈ മീറ്റിങ്ങിനെയും കൂടെ ഓർത്ത് പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് സഹായിക്കുന്നു. ഒത്തിരി അനുഗ്രഹമാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ധാരാളമായി കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഷീബ പൊന്മേലി, ഷീബ, എങ്ങനെ ഈ വചനധ്യാനം പ്രയോജനപ്പെടുന്നു ഷിബയ്ക്ക്? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാണ്. എൻ്റെ ഹസ്ബൻഡിന് ഈ മീറ്റിങ്ങിന് അങ്ങനെ പങ്കെടുക്കാൻ കഴിയുന്നില്ല. കാരണം ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം. ഞങ്ങൾ സ്വീഡനിൽ. സ്വീഡൻ, കറക്റ്റ്, സ്വീഡൻ. അന്നേരം പക്ഷെ ഞാൻ ഈവനിങ് സെഷനിൽ കയറാറുണ്ട്. ട്യൂസ്ഡേ തേഴ്സ്ഡേയ്സിൽ എനിക്ക് സ്വീഡിഷ് ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ മിസ്സാവുന്നത് യൂട്യൂബിൽ കാണും. അങ്ങനെ ദൈവം ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റുന്നു. ഞങ്ങൾക്ക് ഇന്നലെ ഒരു ലേഡീസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാനായിരുന്നു വേർഡ് ഷെയർ ചെയ്യുന്നത്. അന്നേരം നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് നല്ല രീതിയിൽ വേർഡ് ഷെയർ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഞാനത് പ്രിപ്പയർ ചെയ്യാനിരുന്നപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. എനിക്ക്
എങ്ങനെ കൺക്ലൂഡ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സായി എടുത്തതെങ്കിലും അതിൽ നിന്ന് പാസ്റ്റർ ഷെയർ ചെയ്ത പല കാര്യങ്ങളുണ്ട്. എനിക്ക് ഏത് പറയണം എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ പ്രാർത്ഥനയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു മെസ്സേജ് ഷെയർ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അത് കേട്ടവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് വേർഡ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേന് തക്ക സമയത്ത് ഇങ്ങനൊരു ഫാസ്റ്റിംഗ് പ്രെയർ കിട്ടുവാനും ഈ വചനങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ കയറുവാനും ദൈവം അതൊരു അനുഗ്രഹമാക്കി തീർത്തതിന് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. തുടർന്നും എനിക്ക് മോർണിംഗ് സെഷനിൽ കയറണമെന്നുണ്ട്. കുറച്ചും കൂടെ ഡിസിപ്ലിൻഡായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവം പിന്നെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം താങ്ക് യു അനുഗ്രഹിക്കട്ടെ. വെരി മച്ച് ഷിബായ്ക്ക്. അത് വളരെ പ്രയോജനപ്പെടും. നിങ്ങൾക്ക് ലഭിക്കുന്നത് പങ്കുവയ്ക്കാനായിട്ട് കിട്ടുന്ന അവസരത്തിൽ ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നു. കാരണം നിങ്ങളിൽ അതിൻ്റെ റിസൾട്ട് വെളിയിലേക്ക് വരുമ്പോൾ അതാണ് ഏറ്റവും മേക്ക് ഡിസൈപ്പിൾസ് എന്നുള്ളത് കർത്താവ് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമാണ്. വിശേഷാൽ നിങ്ങൾ ഷിബയ്ക്കായി പ്രാർത്ഥന. ഷിബയുടെ ജോലി നഷ്ടപ്പെട്ടു പോയി, അവർക്ക് അവിടെ പാർക്കേണ്ടതായിട്ടുണ്ട്. ഹസ്ബൻഡ് ആദ്യം ഷിബയുടെ ഫയലിങ്ങിലാണ് അവിടെ വന്നത്. അവര് ഇപ്പോൾ ഹസ്ബൻഡിന്റെ ഇതിലേക്ക് സ്പോൺസർഷിപ്പിലേക്ക് മാറ്റുകയാണ്. നിങ്ങളെല്ലാവരും വിശേഷ ഷിബയും കുടുംബത്തോട് പ്രാർത്ഥിക്കണം. നല്ലൊരു ജോലി എത്രയും വേഗം നമ്മുടെ ഈ 40 days ധ്യാനത്തിനുള്ളിൽ തന്നെ കർത്താവ് അതെല്ലാം ചെയ്യട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. May God bless you. അന്നമ്മ വർഗീസ്. നല്ലതാ പാസ്റ്ററെ, ഒത്തിരി ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ ദൈവം തന്നു. പാസ്റ്ററുടെ ഓരോ എക്സ്പ്ലനേഷനും വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് വെരി ഡീപ്പ്. കേൾക്കാൻ വയ്യായോ? ഇവിടെ നെറ്റ്വർക്കിന് പ്രോബ്ലം ഉണ്ട് കേട്ടോ. കേൾക്കാം. ഞങ്ങളത് ശ്രദ്ധയോടെ എല്ലാവരും കേൾക്കുക. ഇതിൽ ഇച്ചിരി നെറ്റ്വർക്ക് ഇച്ചിരി പ്രോബ്ലം ഉണ്ട് ഇവിടെ ഇപ്പം. എനിവേ, അത് എനിക്ക് വളരെ എല്ലാരും പറഞ്ഞ പോലെ ആസാദി ടിവിയില് പാസ്റ്ററുടെ ടെസ്റ്റ് മണി, ഇറ്റ് വാസ് സോ ഫാസിനേറ്റിംഗ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരാളെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വാസ് സംതിങ് ഗ്രേറ്റ് ഫോർ മീ. അപ്പൊ അങ്ങനെ ഒരാളെ എനിക്ക് ഈ ഒരു ലിങ്ക് തന്നത് തന്നെ ദാറ്റ് ഇസ് എ ബിഗ് ടെസ്റ്റിമണി ഫോർ മീ. I do not know how you send the link for joining this. I did not ask you, but you send it to me. Amen. That itself shows that God loves me so much. Amen. And He has seen my heart's desire. Amen. And to associate with such a person with whom the Lord is speaking and directing, അതൊരു വലിയൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചോളം ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. And I crave for the Holy Spirit infilling. I want to be anointed by the Holy Spirit. I want to be closer to Him. That is the only thing I ask. That is the only thing I ask. That is the only desire I have. എനിക്ക് ബാക്കിയെല്ലാം ദൈവം എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. എനിക്കൊന്നും ചോദിക്കാനില്ല. ദൈവം ഞാൻ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും കൂടുതൽ എനിക്ക് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് പ്രയാസമില്ലാതെ കഴിയാൻ തക്കൊണ്ട് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ജോബിന്റെ ജീവിതത്തിൽ ഇപ്പൊ കടന്നുപോയ പോലെ ഞാനും ജീവിതത്തിൽ പല കാര്യങ്ങളും പോയി. പക്ഷെ എനിക്കതെല്ലാം കർത്താവ് തിരിച്ചു തന്നു. അപ്പൊ എനിക്ക് കംപ്ലൈന്റ് പറയാനൊന്നുമില്ല. ഞാൻ ദൈവത്തെ സ്നേഹിച്ചത് കുറഞ്ഞു പോയിന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ദൈവം എന്റെ വീക്ക്നെസ് എല്ലാം കണ്ടിട്ടും എന്നെ വിട്ടില്ല. എന്നെ വിടാതെ എന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ തക്കൊണ്ട് എനിക്കൊരു യോഗ്യതയുമില്ല. പക്ഷെ എന്നാലും ദൈവം എന്നെ ഭയങ്കരമായിട്ട് കരുതുന്നുണ്ട്. ഞാൻ എത്രയോ എടുത്ത് ഞാൻ നശിച്ചു പോകാമായിരുന്നിടത്തുനിന്നൊക്കെ എന്നെ എത്രമാത്രം സംരക്ഷിച്ച് എന്നെ ഇത്രയും നാൾ കൊണ്ട് നടത്തിയ കൃപ, ഇതെല്ലാം ഓർക്കാനുള്ള ഒരു റിവിഷനാണ് എനിക്ക്. ഈ ക്ലാസ്സുകളെല്ലാം എനിക്കിതെല്ലാം ഒരു റിവിഷനാണ്. അന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ദൈവവചനത്തെയും അതിന്റെ ശക്തിയെയും അറിയാം. അയ്യോ, ദാറ്റ് വാസ് എ ഗ്രേറ്റ് പഞ്ച് ഓൺ മീ. ദാറ്റ് വാസ് എ ഗ്രേറ്റ് പഞ്ച്. നമ്മൾ ദൈവവചനം വായിക്കുന്നുണ്ട്, അതിന്റെ ശക്തി എത്രമാത്രമാണെന്നുള്ളത് ഗ്രഹിക്കാനുള്ള കൃപ എന്റെ കർത്താവേ എനിക്ക് തരണേ. ഇത് മാത്രമാണ് എന്റെ പ്രാർത്ഥന. എനിക്ക് വളരെ ബ്ലെസ്ഡ് ടെസ്റ്റിമണി. ഐ തിങ്ക് അമ്മാമ റിട്ടയർഡ് ആണല്ലേ? യെസ്, ഓക്കെ. അമ്മാമയുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കർത്താവിനെ എനിക്ക് കുറച്ചുകൂടെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ പെയിനിലേക്കാണ് നമ്മുടെ ക്ലാസ്സുകൾ മോട്ടിവേറ്റ് ചെയ്തെടുത്തതെന്നാണ് അമ്മ പറഞ്ഞത്. ഒരിക്കൽ സെയിന്റ് അഗസ്റ്റീൻ ആയ മനുഷ്യന്റെ ബാല്യകാലം അമ്മയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു.
പക്ഷേ ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ സെയിന്റ് അഗസ്റ്റീൻ ഇങ്ങനെ തന്റെ എഴുത്തുകളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ താൻ വൈകിപ്പോയതിനെ കുറിച്ച് നിലവിളിച്ചുകൊണ്ട് താൻ എഴുതിയൊരു കൊട്ടേഷൻ ഉണ്ട്. ഓ എവർ ആൻഡ് എവർ യു ബ്യൂട്ടി ഐ ഡിലൈറ്റ് ലവ് ദീ. നിത്യ സനാതന സൗന്ദര്യമേ, നിന്നെ സ്നേഹിപ്പാൻ ഞാൻ വളരെ വൈകിപ്പോയി. ഗോഡ് ബ്ലെസ് യു അനുമാമ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഡെയ്സി രാജു, യെസ്, എങ്ങനെ ഈ വചനധ്യാനം പ്രയോജനപ്പെടുന്നു? മ്യൂട്ടാണ്. യെസ്. പ്രൈസ് ലോർഡ് പാസ്റ്ററെ, എനിക്കിത് വളരെ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഞാനിവിടെ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം എനിക്ക് വെളുപ്പിനത്തെ സെക്ഷനിൽ കയറാൻ പറ്റുന്നില്ല. എങ്കിലും നൈറ്റിൽ എപ്പോഴും ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും കയറാൻ പറ്റുന്നുണ്ട് കർത്താവിന്റെ കൃപയാല്. ഞാൻ അസദി ടിവിയിലെ പാസ്റ്ററിന്റെ സാക്ഷ്യം കേട്ടാണ് ഞാൻ ഒത്തിരി ഇപ്പൊ ഈ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞ എല്ലാവരും പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ടച്ച് ചെയ്ത ഒരു സാക്ഷ്യമായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞാൻ പാസ്റ്ററിന് എൻ്റെ നമ്പറിൽ നിന്ന് ഞാൻ വിളിച്ചില്ല, ഞാനൊരു മെസ്സേജ് ഇട്ടു. അങ്ങനെയാണ് എനിക്ക് ലിങ്ക് കിട്ടിയതും പാസ്റ്ററിനെ ഇതിൽ ജോയിന്റ് ആക്കിയതും. വചനം പഠിക്കണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു. എങ്കിലും ഞാൻ സ്റ്റുഡന്റ് അല്ലെങ്കിൽ പോലും പാസ്റ്റർ എനിക്ക് ലിങ്ക് ഇട്ട് തന്നത് എനിക്ക് ഒത്തിരി അനുഗ്രഹമാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഹോം കെയർ ആയിട്ട് ഞാൻ നേഴ്സാണ് ആക്ച്വലി. ബട്ട് ഞാൻ കൊറോണ ടൈമിലാണ് ഇവിടെ വന്നത്. അപ്പൊ എനിക്ക് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു ഇതിലാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. പക്ഷെ അവരെനിക്ക് ഇങ്ങോട്ട് അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ മോനെ നോക്കിയോ, എൻ്റെ വീട്ടിൽ വന്ന് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോ ഒരു അറബിക് വീട്ടിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത്. പക്ഷെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന കുഞ്ഞ് ഈ തിങ്കളാഴ്ച മരിച്ചുപോയി. അതെനിക്ക് ഭയങ്കര വേദനയായി. 4 വർഷമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന മോനായിരുന്നു. ഒരസുഖം ഇല്ലായിരുന്നു, പെട്ടെന്ന് മരിച്ചുപോയി. ആ ഒരു അവസ്ഥയിൽ എനിക്ക് 2-3 ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വളരെ സങ്കടാവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. പ്രത്യേക ആവശ്യമോർത്ത് പ്രാർത്ഥിക്കണം. ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, ഇനി എന്നെ ഓഫീസിലോട്ട് മാറ്റി വേറെ എങ്ങോട്ടേലും മാറ്റുമോ എന്നൊന്നും എനിക്കൊന്നും അറിയത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ വിസ ഇപ്പം ഇവിടെയുള്ള ഈ വീട്ടിലെ സ്പോൺസർ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവരെനിക്ക് റിലീസ് തന്നെങ്കിലേ എനിക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അതില്ലെങ്കിൽ ഈ വിസയിൽ തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് 2 മക്കളാണുള്ളത്. എൻ്റെ മോന് 24 വയസ്സ് കഴിഞ്ഞു, മോള് +2 പഠിക്കുന്നു. ഞങ്ങൾക്ക് നാട്ടില് പിന്നെ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് സ്ഥലവും വീടൊന്നും ഇല്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. 2 പ്രാവശ്യം മരിച്ചതാണ്. ഒരു പ്രാവശ്യം മരിച്ച് ശരിക്കും ശ്വാസം പോയതാണ്. പ്രാർത്ഥിച്ച് കർത്താവ് ജീവൻ തന്നതാണ്. എന്നാൽ പിന്നെ കർത്താവ് ഇപ്പോഴും ഞങ്ങളെ നടത്തുന്നു, വളരെ ക്ഷേമമായിട്ട് നടത്തുന്നു. പിന്നെ ദൈവത്തിന്റെ വചനം സംസാരിക്കാനും അതുപോലെ കർത്താവ് എനിക്ക് ചില വരികളൊക്കെ തന്ന് ഞാനിങ്ങനെ പാട്ടുകളൊക്കെ എഴുതാറുണ്ട്. അതൊക്കെ നാട്ടിൽ വന്ന് ആൽബം ഇറക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊരു പിന്നെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പിലൂടെ. ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയും അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനത് പാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ മീറ്റിങ്ങുകളെല്ലാം എനിക്ക് ഒത്തിരി അനുഗ്രഹമാണ്. കുറവായതുകൊണ്ടാണ് ഒത്തിരി ഓക്കെ പാസ്റ്റർ, ഒത്തിരി അനുഗ്രഹമാണ്. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. തീർച്ചയായിട്ടും നമുക്ക് ഡെയ്സി രാജുവിനെ ഓർത്ത് ജോലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഇടയായിത്തീരട്ടെ. റോസ്ലിൻ ലാൻ, ഒരു മിനിറ്റ് മാക്സിമം 1.5 മിനിറ്റിനുള്ളിൽ നമുക്ക് തീർക്കണം വേഗം. റോസ്ലിൻ, യെസ്, എങ്ങനെ ഈ ക്ലാസ് പ്രയോജനപ്പെടുന്നു? വളരെ നല്ലതായിരിക്കുന്നു പാസ്റ്റർ. പ്രൈസ് ലോർഡ്. എനിക്ക് ഈ ക്ലാസ് ആദ്യം തൊട്ട് വൈകുന്നേരം മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. ഞാൻ രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് പോയാൽ ഒരു 8 മണിയൊക്കെ ആയിട്ട് വീട്ടിൽ തിരിച്ചെത്തുള്ളൂ. അഡ്വക്കേറ്റായിട്ട് ജോലി ചെയ്യുന്നു പൂനായില്. ദൈവകൃപയാല് ഞാൻ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ നിൽക്കുന്നത്. അതിൻ്റെതായ ചില ലിമിറ്റേഷൻസ് ഒക്കെ എനിക്കുണ്ട്. ഓപ്പൺ അപ്പ് ആയിട്ട് വരാനായിട്ട് ഇങ്ങനെ കൂടാനും ഒക്കെ ഉള്ള ചില പരിമിതികളുണ്ട് എനിക്ക്. എങ്കിലും വീട്ടിലെ പാസ്റ്റർ പറഞ്ഞല്ലോ, എല്ലാവർക്കും അവൈലബിലിറ്റി ആയിരിക്കണം. അപ്പൊ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി വരുമ്പോൾ എനിക്ക് ലേറ്റ് ആയിട്ടേ കയറാൻ പറ്റത്തുള്ളൂ. കുടുംബത്തിന്റെ കാര്യങ്ങൾ 8 മണി കഴിഞ്ഞ ശേഷം വന്ന്
ഹസ്ബൻഡിലൂടെ കോഫിയൊക്കെ കുടിച്ച് ഇച്ചിരി നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് എന്നിട്ട് വേണം വരാനായിട്ട്. അല്ലാതെ ഓടിക്കേറി എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. പക്ഷെ എങ്കിലും എനിക്കത് വളരെ സന്തോഷമാണ്. വളരെ നന്നായിട്ടാണ് പാസ്റ്റർ ഓരോ കാര്യങ്ങളും പ്രസന്റ് ചെയ്യുന്നത്. വളരെ ടച്ചിങ് ആണ്. അതാണ് വളരെ ഇതൊരു സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞത് ഞാൻ അതിനെ ഒരു പ്രാർത്ഥന പോലെയാണ് കണക്കാക്കുന്നത്. ഞാൻ ഒത്തിരി വെളിയിൽ വർഷങ്ങളായിട്ട് പൂനെയിൽ തന്നെയുള്ള ആളാണ്. ഞാൻ കർത്താവിനെ അറിഞ്ഞ നാളെ തൊട്ട് ഇന്ന് വരെ ഒറ്റയ്ക്കാണ്. എങ്കിലും എല്ലായിടത്തും കർത്താവ് വളരെ അധികമായിട്ട് നടത്തുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. കർത്താവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അമ്മച്ചി പറഞ്ഞ പോലെ കുറച്ച് നാള് മുമ്പേ കർത്താവിനെ അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. കർത്താവിനോട് ചേർന്ന് നടക്കാനാണ് ഏറ്റവും ഇഷ്ടം. കർത്താവിന്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുട്ടികൾ 2 പേരാണ്. ഒരാൾ UK-ല്, ഒരാള് ഇന്ത്യയിൽ തന്നെയാണ്. പക്ഷെ എങ്കിലും വിദേശ ടൂറുകളിലൊക്കെയാണ്. ആരും നമ്മുടെ വിശ്വാസത്തിലേക്ക്, നമ്മൾ ഫോളോ ചെയ്യുന്ന വിശ്വാസത്തിലേക്ക് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. എങ്കിലും ഭാഗികമായിട്ടുണ്ട്. അത് പോരാ, അതിനേക്കാളും നല്ല രീതിയിൽ കുടുംബമായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന്റെ ജീവകാലത്ത് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കുഞ്ഞുങ്ങള് ഞാൻ എടുത്ത ഈ കേട്ട വിശ്വാസം അന്ത്യത്തോളം നിലനിർത്തണം. തലമുറ അതിനെ ഏറ്റെടുക്കണം. ഞാന് വളരെ പ്രയാസത്തിലൂടെയാണ് ആദ്യ നാളുകളിലൊക്കെ കടന്നുപോയത്. ഒത്തിരി അതൊന്നും പറയാൻ പറ്റത്തില്ല. ഒത്തിരി മാത്രം കാര്യങ്ങളോട് പറയാനായിട്ട് ഒറ്റയ്ക്ക് ഒരു കത്തോലിക്ക ഒത്തിരി ആത്മജീവൻ പ്രാപിക്കാൻ കഴിയുന്നു അല്ലേ? കഴിയുന്നുണ്ട് പാസ്റ്ററെ. യെസ്, അതാണ് ഏറ്റവും നല്ലത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കാൻ നാൾ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്ന ദൈവത്തിന്റെ വചനമുള്ളത് മുറുകെ പിടിക്കാം. റോസ്ലിനോട് ഒരുമിച്ച് കർത്താവ് ആരെയും നിർബന്ധിക്കാതെ, സമ്മർദ്ദം കൊടുക്കാതെ നമ്മളെ വിസിറ്റ് ചെയ്ത്, നമ്മളെ സ്നേഹിച്ച്, നമ്മളെ രൂപാന്തരപ്പെടുത്തിയ കർത്താവ് കുറിച്ചു വെച്ച സമയമാകുമ്പോൾ കർത്താവ് കണ്ടവരെല്ലാവരും അവരുടെ മുമ്പിൽ നമ്മൾ കർത്താവിന്റെ സ്വഭാവമുള്ളവരായി ജീവിച്ചാൽ മാത്രം മതി. നമ്മളെ കാണുമ്പോൾ സുവിശേഷം നമ്മുടെ ജീവിതത്തിലൂടെ അവർക്ക് വായിക്കാൻ കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ലിയോഡ് എബ്രഹാം എങ്ങനെ പ്രയോജനപ്പെടുന്നു? ലിയോഡിനെ ഈ വചനധ്യാനം എങ്ങനെ പ്രയോജനപ്പെടുന്നു? ലിയോഡുണ്ടോ? മ്യൂട്ടഡ് ആണ്. At office. Okay, sorry, Leod. Okay, thank you for informing me. Okay, praise God. Sandosh, baby. Sandosh duty lano. Sandosh baby. Praise God, Pastor. Praise God. Praise God. Sandosh ni വചനധ്യാനം എങ്ങനെ പ്രയോജനപ്പെടുന്നു? ദൈവത്തിന്റെ കൃപയാല് വളരെ അനുഗ്രഹിക്കുന്ന ഒരു വിശേഷം പറയാതെ ഇപ്പൊ നമ്മൾക്ക് ഒത്തിരി അനുഭവമുണ്ട്. അതെല്ലാം ഞാൻ വിടുന്നു. പക്ഷെ നമ്മള് ദൈവവചനത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കണമെങ്കിൽ നമ്മൾ അതുപോലെ ജീവിച്ചാലേ ആ ദൈവിക ശക്തി നമ്മളിൽ നിന്നും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും. അതാണ് എനിക്ക് ഈ വചനത്തിൽ കൂടെ മനസ്സിലായത്. കാര്യം ദൈവദാസന്റെ ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആയിരിക്കണം, അല്ലെ വചനം പറയുന്നവർ എങ്ങനെ ആവണം എന്നുള്ളത്. എന്നുവെച്ചാൽ ലുതിയുടെ ഹൃദയം തുറന്നതുപോലെ ദൈവദാസൻ പറയുമ്പോൾ ഞാൻ അനേക വചനങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇന്ന് വരെ അവരിൽ നിന്ന് ലഭിക്കാത്ത ആത്മീയ ദൂതുകൾ, അത് വചനം, അതിന്റെ ആഴം നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് എന്താ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലെ വന്ന് നമ്മളെ ടച്ച് ചെയ്യുന്ന അത്ര ആഴം ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി. പ്രത്യേകിച്ച് ലീഡ് ചെയ്യുന്ന സിസ്റ്ററെ ഉണ്ടല്ലോ, ആൻസി സിസ്റ്റർ പാടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ ദൈവ സാന്നിധ്യം. ആ ദൈവദാസി അത്രമാത്രം പുള്ളിക്കാരിയുടെ ആ അഭിഷേകത്തെ തിരിച്ചറിയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്യൂട്ടിയിലാണ്. പക്ഷെ ഭയങ്കര ആത്മസാന്നിധ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ ഇതിനകത്ത് കൊണ്ടുവരുന്ന എല്ലാവരും ദൈവം വിശേഷാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ അകത്ത് ഈ മീറ്റിങ്ങിലുള്ളവരെ എല്ലാം വഹിച്ച് ദൈവദാസൻ ഒരു ഗ്രൂപ്പ് ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞാലും ദൈവദാസൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അനേകർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുടെ വിഷയങ്ങൾ, ജോലിയില്ലാതെ ഭാരത്തില് മറ്റ് പ്രതിസന്ധികളായിരിക്കുന്നവർക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പൊ ദൈവദാസൻ പറഞ്ഞ ഒന്ന് വചനം പറയാൻ പറയുമ്പോൾ ഞാൻ വചനം പറഞ്ഞുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല, ഞാൻ പ്രാർത്ഥിച്ചുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല. പക്ഷെ ഞാൻ അത് ഏറ്റെടുക്കുന്നു. ദൈവദാസൻ എന്നോട് പറഞ്ഞപ്പോൾ ദൈവാത്മാവാണ് എന്നോട് പറഞ്ഞ് ഞാൻ അങ്ങനെ അത് സ്റ്റെപ്പ് വെക്കുക. അല്ലാതെ ഇതിലൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ എങ്കിലും
ദൈവത്തിന്റെ കൃപ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ഇത് ദൈവത്തിന്റെ ഒരു പണിപ്പുരയാണ്, ഒരു വർക്ക്ഷോപ്പാണ്, ഒരു ക്ലിനിക്കാണ്. ഇവിടെ ഓരോരുത്തരെയും കർത്താവ് വ്യത്യസ്തമായ നിലകളിൽ, നിങ്ങളാരും വേറൊരാളെ പോലെ ആകാതെ നിങ്ങളെല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ ആയിത്തീരുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രത്യേകത. ഓക്കെ, ഗോഡ് ബ്ലസ് യു. മിനി വർഗീസ്, ഓക്കെ, എങ്ങനെ പ്രയോജനപ്പെടുന്നു ഈ വചനധ്യാനം? ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ ഈ വചന ധ്യാനം എനിക്ക് ഒരുപാട് ഫലം ചെയ്യുന്നുണ്ട്. വചനത്തിലൂടെ നമുക്ക് പൊരുളുകൾ തിരിച്ചറിയുവാനുള്ള ഒരു കൃപ അപ്പോൾ അവിടുന്ന് നൽകി തരുന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുടുംബ വിശ്വാസത്തിൽ ഒന്നിൽ ഒരുപാട് പരിമിതികളുണ്ട്. എനിക്ക് അന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ രാവിലെ ആണെങ്കിൽ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വചനം കേൾക്കാറുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് ഒരുപാട് ഈ അന്യഭാഷ പറഞ്ഞു, ഞാൻ അന്യഭാഷ പറഞ്ഞു. സിസ്റ്റർ മിനി, ആ ഫോണിന്റെ അവിടെ നിന്ന് ഒരല്പം കൂടെ അകലം പാലിച്ച് പറയാമെങ്കിൽ നന്നായിരിക്കും. കാരണം നെറ്റ്വർക്ക് കുറവായതുകൊണ്ട് വോയിസ് വരുമ്പോൾ റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. കേൾക്കുന്നുണ്ടോ? അല്പം കൂടെ അകലത്തി വെച്ച് പറഞ്ഞാൽ മതി. അപ്പം റേഞ്ച് കറക്റ്റ് ആയിട്ട് ആ വോയിസ് ക്ലിയർ ആണ്. ഇപ്പം കേൾക്കാമോ? കേൾക്കാം. അപ്പൊ എനിക്ക് ഈ വചനം ഒരുപാട് വചനത്തിലൂടെ എന്നെ ബലപ്പെടുത്തുന്നുണ്ട്, എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആസാത്തി ടിവിയിലെ ആ ടെസ്റ്റ് മണിയിലൂടെയാണ് പാസ്റ്ററിനെ പരിചയപ്പെട്ടതും. ഞാൻ ഇതേപോലെ മെസ്സേജ് അയച്ചായിരുന്നു, എനിക്ക് പാസ്റ്ററെ എനിക്ക് ഇതിനകത്ത് ഓൺലൈൻ പഠിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യം, ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. എൻ്റെ അപ്പായോട് ഞാൻ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, എനിക്ക് വചനം പഠിക്കണം. അത് എങ്ങനെ ഏത് രീതിയിൽ വരുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് എവിടെ പോയാലും ഇങ്ങനെ വചനം പഠിക്കാൻ പറ്റൂ എന്നുള്ളൊരു വേദനയും ഭാരത്തിലും ഇരുന്നപ്പോഴാണ് പാസ്റ്ററിന്റെ ടെസ്റ്റ് മണി കാണാനും വചനം പഠിക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ അതിനകത്ത് ഇങ്ങനെ പറയുന്ന അപ്പോഴാണ് ഞാൻ മെസ്സേജ്. പക്ഷേ എനിക്ക് ഒരുപാട് ഇന്ന് വേദനയാണ് പാസ്റ്ററെ. ഞാനൊരു സഭയിലാണ് കൂടിക്കൊണ്ടിരിക്കുന്ന, കൊട്ടാരക്കര ടിന്യൂസ് പാസ്റ്ററിന്റെ ചർച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് ഒത്തിരി ഒരുപാട് വ്യക്തികളിൽ നിന്ന് ഒരുപാട് ഈ ഹൃദയത്തിന് ഭാരമായിട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള് എല്ലാവരും എന്നെ ഒരു ബന്ധിച്ച് ഒരു കിളിയെ കൂട്ടിനകത്ത് പിടിച്ച് കെട്ടിയിടുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ ഇത് എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്തായിരുന്നു ജോലി, ഇപ്പം 1.5 മാസം കൊണ്ട് ഇവിടെയാ. എനിക്ക് ആരാധിക്കാൻ പോകാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. പക്ഷെ ഈ ഓൺലൈൻ മീറ്റിങ്ങിലൂടെയാണ് എന്നെ ബലപ്പെടുത്തുന്നത്, ശക്തിപ്പെടുത്തുന്നത് ദൈവം. അതെനിക്കൊരു ഒത്തിരി കൃപ തരുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര നന്ദി പറഞ്ഞാലും അത് മഹത്വം, എത്ര ദൈവത്തിന് മഹത്വം പറഞ്ഞാലും വർണ്ണിക്കാൻ പറ്റാത്ത ഒരു മഹത്വമാണ് എനിക്ക് എൻ്റെ അപ്പ എനിക്ക് ഇന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും ഞാൻ എൻ്റെ അപ്പായോടുത്ത് പറഞ്ഞു, ഞാൻ ജീവനോടത്തോളം കാലം എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ഉപവസിക്കും, പ്രാർത്ഥിക്കുമെന്ന്. അതിനുവേണ്ടി ഞാൻ പാസ്റ്റർ പറയുമ്പോഴേ പ്രാർത്ഥിക്കണം, പാടണം എന്ന് പറയുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ആ ഒരു സാഹചര്യം ഇപ്പൊ എനിക്ക് ഇല്ലാത്തത് കാരണമാണ് ഞാനത് ഇല്ലാതെ ഇരിക്കുന്നത്. ഭയങ്കര താല്പര്യവും. അനുഗ്രഹിക്കട്ടെ മിനി, വളരെ സന്തോഷം. ദൈവം കണ്ടിന്യൂ ആയിട്ട് മിനിയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിനോദ്, ദിവ്യ. വിനോദ് എവിടെയാണ് പറഞ്ഞില്ലല്ലോ? സ്വീഡനിലാണ്. ഞങ്ങൾക്ക് എന്റെ കുഞ്ഞിലെ പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ടുണ്ട്. പിന്നെ ആസാദ് ടിവിയിലെ സാക്ഷി ഞങ്ങളെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പാസ്റ്ററിന്റെ നമ്പർ കിട്ടിയത് എന്റെ ഫ്രണ്ട് പാസ്റ്റർ സുനിൽ എലപ്പറയാ എനിക്ക് സെൻഡ് ചെയ്തത്. അങ്ങനെ പാസ്റ്ററുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഈ ശനിയാഴ്ച തൊട്ടുള്ള മീറ്റിങ്ങും പിന്നെ ഞങ്ങളുടെ ഒരു വിഷയത്തിന് വേണ്ടി പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ ഒരു ഫാസ്റ്റിംഗ് പ്രയറിന്റെ 3ാമത്തെ സെക്ഷൻ വിട്ടാണ് ഞങ്ങൾ കയറാൻ തുടങ്ങിയത്. കുറച്ചു നാളായി പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടിയത് കഴിഞ്ഞ ദിവസം നമ്മൾ ദൈവത്തെ സ്തുതിച്ചു. എന്തായിരുന്നു വിനോദേ? എനിക്ക് 7 വർഷമായിരുന്നു, കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. ദൈവം എത്രാമത്തെ മാസമായി? 7 മാസം 31 വീക്കായി.
പിന്നെ ഞങ്ങൾക്ക് കുറെ നാളായി ഒരു മോർണിംഗ് പ്രെയർ ഒന്ന് സ്റ്റോപ്പായി നിൽക്കുന്ന അവസ്ഥയാണ്. ഒന്ന് എൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ സിക്ക് ലീവ് ആയിരുന്നു, സിക്ക് ലീവ് ആയപ്പോഴും. പക്ഷേ പറഞ്ഞത് കണക്ക് കറക്റ്റ് ഇവിടുത്തെ ഒരു 3 മണിയാകുമ്പം അലാറം വെച്ച് എഴുന്നേക്കുന്ന കണക്ക് എഴുന്നേക്കും. ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളൂ, ബട്ട് ബാക്കി എല്ലാ ദിവസവും ദൈവം തന്നെയാണ് എഴുന്നേൽപ്പിക്കുന്നത്. എന്നെ ഒത്തിരി ടച്ച് ചെയ്ത ഒരു വിഷയമാണ് ഇന്നലെ മെനഞ്ഞാന്നെടുത്ത ആ കുശവന്റെ, ഇന്നലെ എടുത്ത എന്തോന്നു കുശവന്റെ കയ്യിൽ ആ മെഴു എന്താ പറയാ ഫ്ലെക്സിബിൾ ആകാത്ത ആ ഇത്. അപ്പൊ അതിൽ അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞൊരു ആ 3-ാം അധ്യായത്തിൽ ഒരു 8 ഇതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ടുള്ള ഒരു രീതി. പിന്നെ നമ്മുടെ ക്യാരക്ടർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പാസ്റ്റിലെ ചില വാക്കുകൾ. അതായത് ചില സ്ഥലത്ത് നമ്മൾ മിണ്ടാതിരിക്കണം, ചില സ്ഥലത്ത് നമ്മൾ ഒരു മറുപടിയും പറയാതിരിക്കണം, ദൈവത്തിന് വിട്ടുകൊടുക്കണം. കാരണം പിന്നെ ദൈവത്തിന് അപമാനം, നമ്മളായിരിക്കുന്ന സിറ്റുവേഷനിൽ ദൈവത്തിന് ഒരു അപമാനം വരുത്തരുത്. പിന്നെ ഒരു വിശ്വാസിയുടെ വില, അതായത് ഈ ഭൂമി മുഴുവനും എടുത്തു കൊടുത്താലും ഒരു ആത്മാവിന്റെ വില ആകത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട്, കാരണം മനസ്സിൽ തന്നെ ഒത്തിരി ഭാരവും വേദനയൊക്കെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ഓരോ വചനവും എന്നെ ഒത്തിരി ബലപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. കാരണം ഞാൻ എവിടെയൊക്കെയോ കുറഞ്ഞു ആണ് ഇത്രയും കാലം പോയതല്ല ഇത് ജീവിതം. എവിടെയൊക്കെ ശരിയാക്കാനുണ്ട്. എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ, എവിടെയാണ് എന്നെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി ദൈവമേ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, എന്നെ ഒന്ന് പണിയണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള ഞങ്ങൾക്ക് കേൾക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്തോത്രം പറയുന്നുണ്ട്. ഞങ്ങൾ കുടുംബമായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിനോദ് റിഗിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? പോർട്ടിൽ ഇല്ല, ഷിപ്പ്യാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ദിവ്യ എന്തി ഇതാണ് കർത്താവ് കൊടുത്ത പൈതലിനെ കൊണ്ട് നടക്കുന്ന നമ്മുടെ ദിവ്യ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ. പ്രിയ മോളെ, നിങ്ങളുടെ മോളെ പോലെ ദൈവസനെ ചേർത്ത് പിടിച്ചോണം. തക്ക സമയത്ത് കർത്താവ് സുഖകരമായൊരു അത്ഭുത വിടുതൽ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വീഡനിൽ വന്ന് ഞാൻ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അത് പറഞ്ഞിട്ടാ പ്രാർത്ഥിച്ചത് തലമുറ ജനിക്കാൻ കേട്ടോ. ജർമ്മനിയിൽ 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്കും എത്ര മാസം, 7 മാസം, അവർക്കും ഇപ്പം 7 months ആയി. ഓക്കെ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച് ദിവ്യ ആൻഡ് വിനോദ് ആൻഡ് ഷാജി ബ്രദർ. ഷാജിത്തി ബ്രദറിനെ കേൾക്കാമോ? ഷാജി. ഞാനും ഇവിടെ ഇതിൽ പലരും പറഞ്ഞതുപോലെ ആസാദി TV മുഖാന്തരമാണ് ഞാൻ കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം വചനം കേൾക്കുവാനിടയായത്. എന്നെ ഒത്തിരി അത് ടച്ച് ചെയ്തു. ആത്മീയമായി ശുശ്രൂഷയിലൊക്കെ വളരണമെന്ന്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രചോദനമായ, ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യമായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ മറ്റെന്തോ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ആസാദി TV പെട്ടെന്ന് ആ TV ചാനൽ, അത് യൂട്യൂബ് ചാനൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട. അപ്പൊ ഞാൻ ഇരുന്ന് കേൾക്കാനിടയായി. അപ്പം അതിനകത്ത് കർത്താവിന്റെ ദാസന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരു പ്രത്യേക നമ്പറാണല്ലോ, ഇരട്ട സംഖ്യ ഉള്ളത്. അപ്പൊ ഞാനത് പെട്ടെന്ന് നോട്ട് ചെയ്തു. എനിക്കൊരു പ്രെയർ റിക്വസ്റ്റിന് വേണ്ടി ഞാൻ അതിനോടനുബന്ധിച്ച് അടുത്ത ആഴ്ചകളിൽ ഞാൻ നാട്ടിലേക്ക് പോകാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന വെക്കണമെന്ന് സഭയായിട്ട്. അപ്പൊ കർത്താവിന്റെ ദാസനെ അവൈലബിൾ ആണെങ്കിൽ ക്ഷണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഫോൺ നമ്പർ എടുത്ത് മെസ്സേജ് ഇട്ടായിരുന്നു. അപ്പൊ പാസ്റ്റർ ഇച്ചിരി ബിസി ആയിരുന്നു, ശുശ്രൂഷയിൽ മറ്റെങ്ങോട്ടോ പോകേണ്ടത് കൊണ്ട്. പിന്നെ കർത്താവിന്റെ ദാസൻ അസിസ്റ്റന്റ് പാസ്റ്റർ റിജുവിനെ ആണ് അയച്ചത്. അദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് പാസ്റ്റർ വോയിസ് മെസ്സേജ് ഇട്ടായിരുന്നല്ലോ. ഞാൻ പിന്നെ നാട്ടിൽ ചെന്ന് അദ്ദേഹത്തെ ആ നമ്പറിൽ വിളിച്ചു. അങ്ങനെ ഒരു കൂട്ടായ്മ ലഭിച്ചു. പിന്നീട് ഇങ്ങനെ ഈ ലിങ്കുകളൊക്കെ പാസ്റ്ററിന്റെ, കർത്താവിന്റെ ദാസൻ ഇങ്ങനെ എനിക്ക് ഇട്ടു തരാറുണ്ട്, പ്രത്യേകിച്ച് ഉള്ള യൂട്യൂബ് ലിങ്ക് ഒക്കെ. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, എനിക്ക് അങ്ങനെ ഇത് വരാൻ കാര്യമല്ല. കാരണം കർത്താവിന്റെ ദാസനുമായിട്ടും എനിക്ക് അല്ലാതെ വേറെ ഒരു പേഴ്സണൽ കോണ്ടാക്ട് പരിചയം ഒന്നുമില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അത് ദൈവാത്മാവിന്റെ ഒരു നിയോഗമായിരിക്കാം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ സംബന്ധിച്ച് എനിക്ക്
ഇങ്ങനെ ലിങ്കുകൾ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കയറാറുണ്ട്. ഞാൻ ബഹറിലാണ് ഉള്ളത്. കർത്താവിന്റെ ദാസന്റെ ഓരോ വാക്കുകളും വളരെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. അതിനകത്ത് ഈ മനുഷ്യൻ അല്ലെ ഒരു വിശുദ്ധനായ ഒരു ദൈവദാസൻ എന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. ശൂന്യംകാരത്തി കൂടെ നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ ഒരു വിശുദ്ധനായ പ്രവാചകൻ എന്ന്, ദൈവപുരുഷൻ എന്ന് കാണുന്നു. അതുപോലെ കർത്താവിന്റെ ദാസന്റെ ആ വാക്കുകളിൽ ഓരോന്നും അങ്ങനെ ഞാൻ പുകഴ്ചയായിട്ട് പറയല്ല, എന്നാൽ എന്നെ അങ്ങനെ സ്പർശിക്കുന്നു. ആ കർത്താവിന്റെ ദാസന്റെ വാക്കുകളിനകത്ത് ആ ഒരു പ്രാർത്ഥനയുടെ സ്പിരിറ്റ്, ഒരു ജീവിത വിശുദ്ധി, ആ വാക്കുകളൊക്കെ വലിയ അമ്പുകളായിട്ടാണ് ഹൃദയത്തിൽ തറയ്ക്കുന്നത്. അത് എന്നെ ഒത്തിരി വിശ്വാസത്തിൽ ബലപ്പെടുവാൻ, കർത്താവിൽ ശുശ്രൂഷയിൽ ഒക്കെ ബലപ്പെടുവാൻ, ഞാനിവിടെ ജോലിയോടനുബന്ധിച്ച് ഇവിടെ ബഹറിലായിരിക്കുന്നെങ്കിലും ഞാൻ കൂടി അത് ചർച്ചിൽ ആരാധനയ്ക്കൊക്കെ പാട്ടുകൾക്ക് പാടുവാനും ഒക്കെ ദൈവം എന്നെ ചെറുപ്രായം മുതലേ എനിക്ക് പാടുവാനുള്ള ഒരു കൃപ ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് ആ നിലകളിൽ കർത്താവിനെ ഞാൻ ഇവിടെ കൂടി വരുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നത്. എനിക്ക് കുഞ്ഞുങ്ങള് 2 പേര്, വൈഫ് അവര് നാട്ടിലാണ്, തിരുവല്ല സ്വദേശികളാണ് ഞങ്ങൾ വെണ്ണിക്കുളം. പ്രത്യേക കർത്താവിന്റെ ദാസന് ഈ മീറ്റിംഗിൽ സംബന്ധിപ്പാനിടയാതെ ഓർത്ത് പ്രത്യേക ദൈവത്തെ സ്തുതിക്കുന്ന എന്നെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഷാജി ബ്രദറെ. കർത്താവ് നിങ്ങൾ ഉപയോഗിക്കട്ടെ, ദൈവം മാനിച്ച് നിലനിർത്തട്ടെ. സിസ്റ്റർ മേരി ജോൺ. മേരി ജോൺ. ലീലാമ്മ തോമസ് അമ്മമ്മ അവൈലബിൾ ആണോ? അതെ അതെ അതെ. യെസ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് മാസ്റ്ററെ. പ്രൈസ് ലോർഡ്. ഞാൻ വളരെ നന്ദിയുള്ളവളാണ്. എനിക്ക് ആ വചനത്തിന്റെ ഡീപ്പിലേക്ക് വരാൻ പറ്റും. ആ നെഹമ്യാവിന്റെ മുഖം കണ്ട് രാജാവ്, അപ്പം അവൻ എത്ര സ്വജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, എത്ര നാള് പ്രാർത്ഥിച്ചു, എത്ര നാൾ ഉപവസിച്ചു കാണും. ആ അവന്റെ സ്വജനമല്ലേ, അമ്മയപ്പനൊന്നും അല്ലല്ലോ, ആ ജാതിക്ക് വേണ്ടി. അതുപോലെ ദൈവജനത്തിന് വേണ്ടി ഒരു ഡീപ്പ് ഇന്റർസെഷൻ ചെയ്യുവാൻ സഹായിക്കണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, എൻ്റെ വിദ്യാർത്ഥികളായവരോട്, ലീലമാമ റിട്ടയർഡായ ഒരു ടീച്ചറാണ്, 7 വർഷങ്ങളായി അമേരിക്കയിലെ അധ്യാപികയാണ്. അപ്പോൾ ഈ കത്തദാസി അവർക്ക് ദൈവം നൽകിയ വിഷൻ അനുസരിച്ച് വെസ്റ്റ് ബംഗാളിൽ, എസ്പെഷ്യലി കൽക്കട്ടയിലെ ഒരു മിഷണറി പ്രവർത്തനമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവൻ, എത്ര വർഷമായി ലീലമാമ അവിടെ ആയിട്ട്? ബേക്കാൻ അവിടെ തന്നെയാണ്. 1960 മുതലോ 61 മുതലോ അവിടെ തന്നെ പഠിച്ചതൊക്കെ. 10ാം ക്ലാസ് കഴിഞ്ഞ് പോയതാ. ഏതാണ്ട് 63 വർഷമായിട്ട് അവിടെ കർത്താവിന്റെ വേല ചെയ്യുകയാണ്. അല്ലല്ല, 61 വർഷം കൊണ്ട് അവിടെ താമസിക്കുന്നു. പക്ഷെ ഈ വേല ചെയ്യാൻ തുടങ്ങിയത് മോന്റെ മരണത്തോടു കൂടി. അതൊരു മരിച്ചത് 1998. ഒരു 2008 കൂടി ചേർന്ന് എന്താ ഇത് സംഭവിച്ചതെന്ന് ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നപ്പം പറഞ്ഞു, ഇതുപോലുള്ള അനേകര് നിന്റെ പൈതലിനെ നിന്റെ പൈതലിനെ പോലെ അനേകം കുഞ്ഞുങ്ങളെ ഞാൻ നിനക്ക് തരും, അവർക്ക് വേണ്ടി നീ പ്രവർത്തിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാ പ്രവർത്തിക്കാൻ തുടങ്ങി. മമ്മി എങ്ങനെ ഈ ക്ലാസ് പ്രയോജനപ്പെടുന്നു മമ്മി, ചുരുക്കം വാക്കുകളിൽ? എന്തോ ഈ വചനധ്യാനം, വചനം പഠിക്കൽ, അതാ ഞാൻ പറഞ്ഞേ. നെഹമ്യാവ് എന്റെ മുഖം കണ്ട രാജാവ് അവനോട് പറയുന്നത് അല്ലേ. അപ്പം ആ ഡീപ്പ് സ്വജനത്തിന് വേണ്ടിയുള്ള അവന്റെ എത്ര നാൾ ഉപവസിച്ച് കാണും, എത്ര നാൾ കരഞ്ഞു കാണും. അപ്പൊ അവന്റെ മുഖം നോക്കിയിട്ട് പറയുവാണ്, നിന്റെ മുഖം വാടിയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വലിയ ആഴത്തിലേക്ക് ദൈവമായിട്ട് സ്വജനത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി മധ്യസ്ഥത അണയുവാൻ, അങ്ങനെ അതിൽ കൂടെ ദൈവനോട് വളരെ സംസാരിച്ചു. ഈ സ്റ്റഡി എന്നെ വളരെ അനുഗ്രഹിക്കുന്നു. ഞാനതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലീലമാമ. ബ്ലെസ്ഡ് ടെസ്റ്റിമണി. സഹോദരങ്ങളെ, ആ സാക്ഷ്യത്തിൽ നിന്ന്
നമുക്കൊരു മെസ്സേജ് നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന് വളമാകുമ്പോൾ മാത്രമേ മറ്റൊന്ന് പുഷ്ടിയോടെ കിളിർക്കൂ, അല്ലേ? മകൻ നഷ്ടപ്പെട്ടപ്പോൾ ദൈവസന്നിധിയിൽ കാര്യം വെച്ച് കരഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇങ്ങനെയുള്ള തലമുറയ്ക്ക് വേണ്ടി നോക്കുക. അതൊരു മരണമായിട്ട് അതിനെ കാണാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയായി ഒരു ദർശനത്തിന്റെ ജനനമായി അത് മാറി എന്നുള്ളത്. കർത്താവ് തൻ്റെ ദാസിയെയും തൻ്റെ പ്രിയപ്പെട്ടവനെയും വളരെ ശക്തിയോടെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഒരു വാക്ക് ഈ സ്റ്റഡി എനിക്ക് പ്രയോജനം ആയി എന്ന് പറയാനായിട്ട്, ഞാൻ പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. രാജു ജോസഫ്. കേൾക്കാമോ? കേൾക്കാം. ഞാൻ എന്തായാലും പറഞ്ഞതുപോലെ ആസാദി ചാനലിൽ വന്നാണ് പ്രിയപ്പെട്ട പാസ്റ്റർ ഞാൻ പരിചയപ്പെടുന്നത്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു പ്രവചന നിറവേറലായിരുന്നു. ഞാൻ പെന്തക്കോസിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. എൻ്റെ അച്ഛൻ കുഞ്ഞായിരുന്നപ്പോൾ പെന്തക്കോസ് വന്നതാണ്. എന്നാൽ ഒരു 10 വർഷം മുമ്പ് ചില വിഷയത്തിന് മുമ്പാകെ ഞാൻ വളരെ വേദനയോടെ എൻ്റെ മുറിക്കകത്ത് പ്രാർത്ഥിച്ചു. നല്ല പ്രസംഗമുണ്ട്, ആരാധനയുണ്ട്, പക്ഷേ സത്യങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. കർത്താവേ എന്ന് നിലവിളിച്ചപ്പോൾ എന്നോട് ദൈവം സംസാരിച്ചു. ബാലിൽ മുട്ടുമടക്കാത്ത ഒരു ശേഷിപ്പുണ്ട്, ഇന്നും അതുണ്ട്, ഞാൻ നിന്നെ അവരുമായിട്ട് ഒന്നിപ്പിക്കുന്നുണ്ട്. കർത്താവ് എന്നോട് സംസാരിച്ചു. അങ്ങനെ പലപ്പോഴും ഒരു ഇടപെട്ടുണ്ട്, പക്ഷെ ഇതെനിക്ക് മറക്കാൻ കഴിയുന്നില്ല. അതിനുശേഷം ഒരു 4-5 വർഷത്തിന് ശേഷം ഇങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ ബന്ധം നിന്നു. അങ്ങനെ ഞാൻ ഒടുവിൽ പ്രിയപ്പെട്ട ഷാജി പാസ്റ്ററുടെ ഗ്രൂപ്പിൽ വരാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ അനുഗ്രഹമാണ്. ചില ദിവസം നോക്കുമ്പോൾ എൻ്റെ വൈഫിന് വളരെ തലവേദനയായിട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ വൈകിട്ട് ഈ മെസ്സേജ് കേട്ടു. അപ്പോൾ തന്നെ ഹീലിംഗ് വ്യാപരിച്ചു. ഞാൻ അനേക ഗ്രൂപ്പിൽ പ്രിയപ്പെട്ട പാസ്റ്ററുടെ സന്ദേശം അയച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും എൻ്റെ പാസ്റ്ററുടെ ഓരോ സന്ദേശങ്ങൾ ബുദ്ധിയിലല്ല, എനിക്ക് പറയാനുള്ളത് ബുദ്ധിയിലല്ല, പരിശുദ്ധാത്മാവിൽ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. പ്രിയപ്പെട്ട ഒരു ആന്റി പറയുകയുണ്ടായി, കർത്താവ് കൂടെ നടന്ന് സംസാരിപ്പിക്കുന്ന ഒരു ദൈവദാസനെ കണ്ടെത്തിയല്ലോ. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റും. ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുടെ മുഖം കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ ചിലപ്പോഴൊക്കെ ഞാൻ കരയും, നിലവിട്ട് കരയും. ഓരോ സന്ദേശം കേൾക്കും. യേശു നേരിട്ട് പറയുന്ന പോലെ വളരെ അനുഗ്രഹമായിരിക്കുന്നു. അത് എങ്ങനെ പറഞ്ഞത് അറിയില്ല. ദൈവം വളരെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ കൃപയാണ്. ഞാൻ ശുശ്രൂഷയിലാണ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ വാക്ക് നിർത്തുന്നു. സിസ്റ്റർ രമ്യ. കേൾക്കാമോ? കേൾക്കാം. വചനം പഠിക്കുന്നത് നല്ലതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനിപ്പോ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് നേരത്തെ ഞാന് മാത്രമേ വായിക്കുള്ളായിരുന്നു, എനിക്കത് മനസ്സിലാകത്തുള്ളായിരുന്നു. മറ്റേ ഒന്നും വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. ഇപ്പൊ നല്ല എല്ലാം ഞാൻ വായിക്കും, എല്ലാ വചനവും എടുക്കുന്നത് വായിക്കും, നല്ലപോലെ വായിച്ച് മനസ്സിലാവുന്നുണ്ട് എനിക്ക്. വെരി ഗുഡ്. കർത്താവ് തിരുവെഴുത്ത് ദൈവശക്തി പറഞ്ഞാട്ടെ. നേരത്തെ എനിക്കത് സങ്കീർത്തനം മാത്രം എന്ന് വെച്ചാൽ മനസ്സിലാകത്തുള്ളായിരുന്നു. ഇതിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് തുറന്നിട്ട് എടുക്കും. എന്നിട്ട് എനിക്ക് വായിച്ചു കഴിയുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. ഞാൻ പറയും, ദൈവമേ എനിക്ക് ഇതൊന്നും മനസ്സിലായില്ല, എനിക്ക് അറിയാവുന്ന രീതിയിൽ എന്നോട് പറയാം. എന്നിട്ട് ഞാൻ സങ്കീർത്തനം തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി. എനിക്ക് നല്ലതായിട്ട് വചനം ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. വചനം പറഞ്ഞ് നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയിലാണെങ്കിലും ഇടമുറിഞ്ഞു പോകാതെ വാക്കുകൾ എന്റെ വായിൽ വരുന്നുണ്ട്. ഓക്കെ, ദൈവം അനുഗ്രഹിച്ച്. ചേട്ടൻ ഇവിടെ ഉണ്ട്. ഷിനു എങ്ങനെ പ്രയോജനപ്പെടുന്നു ഈ വചന പഠനം? ചേട്ടൻ അച്ഛനു വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. വെരി ഗുഡ്. 5 മാസത്തിന് മുമ്പ് ഷിനു തന്റെ വൈഫ് പ്രിയ രമ്യയും ഇങ്ങനെ എൻ്റെ കൈക്കഴിയിൽ സ്നാനപ്പെടാൻ കർത്താവ് ഇടയാക്കി. നമുക്ക് പ്രത്യേകം ആ പ്രിയപ്പെട്ട ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മേരി ജോൺ പറഞ്ഞാട്ടെ. മ്യൂട്ടായിരുന്നത് കൊണ്ടാണ് പറഞ്ഞത് കേൾക്കാഞ്ഞ്. എനിക്ക് വളരെ അനുഗ്രഹമായിട്ട് ഈ പ്രെയർ അനുഗ്രഹമായിട്ട് തീർന്നിരിക്കുന്നു.
ഞാൻ ആദ്യത്തെ ദിവസം എനിക്ക് ഇത് കയറാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം മുതൽ ഞാൻ കഴിയുന്നത്രയും നേരം ഈ പ്രേയറിൽ സംബന്ധിക്കുന്നുണ്ട്. അതിലെ ബിഹേവിയറൽ ടിപ്സ്, പിന്നെ പഠനം വളരെ ആഴത്തിൽ അത് സ്പർശിക്കുന്ന തരത്തിൽ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. മിനി മാത്യു പറഞ്ഞിട്ടാണ് മിനി മാത്യുവാണ് എനിക്ക് ഈ ലിങ്ക് തന്നത്. പ്രേയർ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പാസ്റ്ററോട് മിനി വിവരം പറഞ്ഞു കാണുമല്ലോ. എനിക്ക് 2 കുട്ടികളാണ് ഉള്ളത്. 2 പേർക്കും വിവാഹമായിട്ടില്ല. ഇളയാൾക്ക് ജോലിയുണ്ട്, മൂത്തയാൾക്ക് ജോലിയും ആയില്ല. കുറെ വിദ്യാഭ്യാസമുണ്ട്, കുറെ ഡിഗ്രി ഉണ്ട്. പക്ഷെ അങ്ങോട്ട് ജോലി സ്ഥിരമാകുന്നില്ല. ഓരോ വർഷമായിട്ട് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. അവള് വീണ്ടും ഇപ്പം BEdന് ചേർന്നിരിക്കുകയാണ്. മേരി ജോൺസിന്റെ പ്രാർത്ഥിക്കണം. ടെസ്റ്റിമണി നിങ്ങൾ കേട്ടല്ലോ. 2 പെൺകുഞ്ഞുങ്ങളാണ്, ഭാവിയായിട്ടില്ല, ജോലിയായിട്ടില്ല. വിഷയങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ സന്തോഷം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ് കിട്ടണം എന്നാഗ്രഹിച്ച് ഞാൻ പേര് പറയാൻ കേൾക്കാമോ? കേൾക്കാം. യെസ്. ഷിനുവിന് എങ്ങനെ ഈ വചന പഠനം പ്രയോജനപ്പെടുന്നു? സാറേ, ദൈവത്തിന് നന്ദി പറയുന്നു. ആദ്യമേ വചനം പഠിക്കുന്നതിന് ശേഷം നമുക്ക് പ്രാർത്ഥനയൊക്കെ ഈശ്വരോട് പ്രാർത്ഥിക്കാനുള്ള കൃപകളൊക്കെ കിട്ടി. പിന്നെ ഭയങ്കര അനുഗ്രഹമാണ്. പിന്നെ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് സാറിനെ കണ്ടുമുട്ടാനും അത് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഓരോ ദിവസത്തെ അനുഭവം വരുമ്പോൾ കാണാം ദൈവം ഒരു കോണ്ടാക്ട് ഇടുന്ന ഒരു എന്താ പറയുന്നത്, വചനങ്ങൾ പഠിപ്പിക്കുവാനും അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റുന്നതല്ല ഇതിനകത്ത് കയറാനും. ദൈവത്തിന്റെ ഒരു വലിയ കൃപ കൊണ്ട് മാത്രമാണ് സാറേ. അതുകൊണ്ട് എനിക്കും 2 പേർക്കും വചനങ്ങൾ പഠിക്കുവാനും ഒക്കെ പറ്റുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ആ ജീവിതത്തിന്റെ വ്യത്യാസമാണ്. ശരിയായ റൂട്ടിലാണെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ പോലെ നമുക്കത് ഭയങ്കര അനുഗ്രഹമാണ്. സാറിന് ഒരുപാട് നന്ദി പറയുന്നു. ഭയങ്കര അനുഗ്രഹമാണ് സാറേ, നമുക്കറിയാം. വളരെ സന്തോഷം. കർത്താവ് ഷിനുവിനെ കുടുംബമായിട്ട്. അതുപോലെ ഞങ്ങള് ഹിന്ദു വിശ്വാസത്തിൽ ഒന്നാണല്ലോ. അപ്പൊ ഞാനും വൈഫും സ്നാനം മുങ്ങിയിട്ടുള്ളൂ. മോൻ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞ് അവന് സ്നാനിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. പിന്നെ അച്ഛനും അമ്മയും സ്നാനം വെക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയൊക്കെ അത്യാവശ്യം ഇപ്പം വചനങ്ങളൊക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്നാണല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ആ വചനം വെച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തണം, അതാണ് എനിക്കൊരു. തീർച്ചയായിട്ടും നമുക്ക് സാധാരണ കുഴിച്ചിടുന്നത് ശവത്തെയാണ്. അപ്പൊ പൂർണ്ണമായി ഒരാൾ മരിച്ചെങ്കിൽ മാത്രമേ ഡോക്ടർ സർട്ടിഫൈ ചെയ്യൂ ഡെഡ് എന്ന്. ഇതുപോലെ സൗരങ്ങളിൽ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ഒരു വ്യക്തിയിലും സമ്പൂർണമായ ക്രിയകൾ ചെയ്തു വരുന്നിടം വരെ നമ്മളൊരു പ്രീമച്ചുർ ആൻസർ അല്ല ആവശ്യം. ഓക്കെ, നമ്മള് പൂർണ്ണമായ സമ്പൂർണ്ണ രൂപാന്തരം പാപത്തിൽ മരിച്ച ഒരു വ്യക്തിയാണ് നമ്മളെ ക്രിസ്തുവിനോട് ചേരുവാൻ അടക്കം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ധൃതിയില്ല. ഓക്കെ, അതുകൊണ്ട് നിശ്ചയമായി നമ്മൾ കാത്തിരിക്കണം. നമുക്കറിയാം, വിളയാതെ കൊല വെട്ടി ചൂളക്കിട്ടാലും നിറമൊക്കെ വരുമെങ്കിൽ കറ ചവയ്ക്കും, രുചി കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് വിശ്വാസികളെ അല്ല നമുക്ക് ദൈവരാജ്യത്തിന് ആവശ്യം, ശിഷ്യഗണങ്ങളെയാണ്. അതുകൊണ്ട് ദൈവവചനം സിസ്റ്റമാറ്റിക്കലായിട്ട് പഠിച്ച് അവരിൽ അത് പ്രായോഗിക വശത്താക്കി ക്രിസ്തുവിന്റെ കാരമുള്ള ഉപ്പായി, വെളിച്ചമായി, ക്രിസ്തുവിന്റെ പത്രമായി, ക്രിസ്തുവിന്റെ സുഗന്ധമായി ഒക്കെ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ, ഓക്കെ, നമുക്കറിയാം കരിക്ക് പിരിക്കാൻ ഭയങ്കര പാടാ ചിലപ്പോൾ. പക്ഷേ ഉണങ്ങിയ തൊടാതെ അടന്നു വീഴും. ഇതുപോലെ പ്രാർത്ഥനയോടെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന നിങ്ങൾ അവരുടെ നടുവിൽ ക്രിസ്തുവിന്റെ പത്രമായി ക്രിസ്തുവിനെ നമ്മളിൽ നിന്ന് അവർക്ക് വായിക്കാനും നമ്മുടെ സ്വഭാവം ക്രിസ്തു സ്വഭാവമായി മാറുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആരോടും പ്രസംഗിച്ചില്ലെങ്കിലും നിങ്ങൾ അനേകരുടെ നാവിൽ ഒരു പ്രസംഗ വിഷയമായി. ഓക്കെ, നമ്മുടെ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യേണ്ട ടൈമായി.
ഓക്കെ, ഇന്ന് നിങ്ങൾ എല്ലാവരുമാണ്, നിങ്ങളെ എല്ലാവരുടെ സാക്ഷ്യമാണ് ഇന്നൊരു പ്രസംഗമായി മാറിയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരായി, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി നമുക്ക് തുടരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഞാൻ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ അഭിനന്ദിക്കുന്നു. നമ്മുടെ 40 days വചന ധ്യാനത്തിന്റെ 7ാമത്തെ ദിവസത്തെ രാത്രിയിൽ ഇങ്ങനെ നിങ്ങൾ പങ്കുവെച്ച എല്ലാ ടെസ്റ്റിമണിക്കും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഷാജി മാത്യുവിന് ഉള്ള പ്രത്യേക കഴിവൊന്നും ഇതിനകത്തില്ല. പക്ഷേ എൻ്റെ മുഴക്കാലിൽ നിന്ന് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കാനായിട്ട്, നിങ്ങൾക്ക് നൽകാനായിട്ട് എന്നെ ഏൽപ്പിച്ച വചനങ്ങൾ മാത്രമേ ഞാനൊരു കേവലം നിങ്ങളെക്കാൾ ഏറ്റവും ചെറിയവനായ എനിക്ക് ഇത് ഷെയർ ചെയ്യുവാൻ, എന്നിലൂടെ നിങ്ങളിലേക്ക് ആ ദൈവത്തിന്റെ സന്ദേശങ്ങൾ എത്തിക്കുവാൻ, കർത്താവിന് വിധേയപ്പെടുവാൻ എനിക്ക് ദൈവം അങ്ങനെ ഒരു മനസ്സ് തരാൻ ഇടയായി തരുന്നതാണ് ഇതിനൊക്കെ കാരണമായി തരുന്നത്. ഞാൻ ഈ സെമിനാരി ജോയിൻ ചെയ്തവരോടൊപ്പം തന്നെ എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച നിരവധി ആളുകളുണ്ട്. അപ്പോൾ ഒരിക്കൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്നിന്ന ആളുകൾക്ക് നീ ഈ വചനധ്യാനത്തിന്റെ ലിങ്ക് അയച്ചു കൊടുക്കാൻ. അപ്പൊ സത്യത്തിൽ ഞാനത് ഓരോരുത്തരിൽ നിന്നും ടെസ്റ്റിമണി, എസ്പെഷ്യലി അന്നമ്മ വർഗീസ് ആ ടെസ്റ്റിമണി കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ, അതുപോലെ നമ്മുടെ ശ്രീമോൻ എൻ്റെ സാക്ഷ്യം, നിങ്ങളുടെ ഓരോരുത്തരുടെയും സാക്ഷ്യം വളരെ ബ്ലെസ്സഡ് ആണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് പറയുന്നതനുസരിച്ചാൽ എത്ര ബ്ലെസ്സിങ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഷാൽ വി പ്രേ? ആമേൻ. പ്രൈസ് ഗോഡ്. ആമേൻ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് നമുക്ക് ഒരുമിച്ച് വിശേഷാൽ ഡെയ്സി രാജുവിനായി നമുക്കൊന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഞാൻ ശ്രദ്ധയോടെ വെച്ച് കേൾക്കുകയായിരുന്നു. ഓക്കെ, എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ വിശേഷാൽ ദൈവസന്നിധിയിൽ ഓർക്കാം. നിശ്ചയമായും പരിശുദ്ധാത്മാവ് നമ്മളിൽ എല്ലാവരും വലിയ കാര്യങ്ങൾ ചെയ്യാൻ മതിയായതാണ്. ദൈവമക്കളെ, ക്രിസ്തു ഉള്ളവൻ ഒരിക്കലും അനാഥനല്ല. അത് നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ കഴിയാവുന്നവർക്കെല്ലാം വീഡിയോ ഓൺ ചെയ്യാം. 3-4 മിനിറ്റ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായി. ആരെക്കാളും നിങ്ങൾ മനസ്സിലാക്കാൻ യേശുവിന് കഴിയും എന്നുള്ള ആ അചഞ്ചലമായ ഉറപ്പാണ് എനിക്ക് ക്രിസ്തു യേശുവിൽ നൽകാനുള്ളത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു അതിമഹത്തായ കാര്യം എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എവിടെ നിന്നാണ് വന്നത്. ഞാൻ എവിടെ നിന്ന് വന്നു, ഞാനിപ്പോൾ എവിടെ ആയിരിക്കുന്നു, ഓക്കെ, ഞാൻ എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത്, ഞാൻ എവിടേക്ക് പോകും. ചിന്ത നിങ്ങളെ ഭരിക്കണം കേട്ടോ. എന്താണ്, ഞാൻ എവിടെ നിന്നാണ് വന്നത്? സ്തോത്രം. ഇപ്പൊ ഞാൻ എവിടെയാണ്, എന്തിനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, രാത്രിയില്ലാത്ത, ശാപമില്ലാത്ത, വേദനയില്ലാത്ത, കരച്ചിലില്ലാത്ത, മരണമില്ലാത്ത ഒരു രാജ്യത്തേക്ക് നമ്മളെ ക്രിസ്തുയേശുവിന്റെ വലിയ കൃപ കൊണ്ട് നമ്മളെ ഒരുക്കിയെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നെഹമ്യാവ് ദർശനത്തോടെ ദർശനത്തോടെ നെഹമ്യാവ് പണിയാൻ ഇറങ്ങിയപ്പോൾ താൻ ഫേസ് ചെയ്ത നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ തനിക്കൊരു കാര്യം ദൈവസന്നിധിയിൽ മനസ്സിലായത്, ശത്രുവിന്റെ കമന്റുകളൊക്കെ കേട്ടിട്ട് താൻ അതിനെ എല്ലാം മൈൻഡ് ചെയ്യാതെ വിട്ടു. നിങ്ങളുടെ കാത് ദൈവശബ്ദം കേൾക്കാനുള്ളതാണ്. പബ്ലിക്കിന്റെ കമന്റ് കേട്ടല്ല നിങ്ങളുടെ മുന്നോട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാകുന്നത്. 4 പേര് നിങ്ങളെ പൊക്കി പറയുമ്പോൾ ഒരിക്കലും സന്തോഷിക്കും. നിങ്ങൾ കരഞ്ഞോണം. കാരണം കർത്താവ് പറഞ്ഞ് നിങ്ങളെ പൂഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. മനുഷ്യര് നിങ്ങളെ തൂക്കി വിധി എഴുതുമ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത്.
ദൈവത്തിന്റെ ത്രാസിൽ നിങ്ങളുടെ മനസാക്ഷി എങ്ങനെ ഇരിക്കുന്നു? ആർ യു ഇൻ ദ പാത്ത് ഓഫ് ക്രൈസ്റ്റ്? നിങ്ങൾ കർത്താവിന്റെ വഴി തന്നെയാണോ? നീഡ് നോട്ട് ടു വറി. ക്രിസ്തു ഉള്ളവൻ അനാഥനൻ. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. 4-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ ഞാൻ മാക്സിമം 10 മിനിറ്റ് വചനം ഷെയർ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലസ്സഡ് ടെസ്റ്റിമണി ഞാൻ കേട്ടു. ഓക്കെ, ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോക്ഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. 1-ാമത്തെ കാര്യം, പണിയുന്നു എന്ന് ശത്രു കേട്ടപ്പോൾ സന്തോഷമല്ല ഉണ്ടായത്, അവർക്ക് കോപവും മഹാരോഷവും. കോപമുണ്ടാകുന്നു, മഹാരോഷം ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു പ്രാർത്ഥനയിൽ ഒരു ആത്മീയ മർമ്മം ഞാൻ പറയാം. നമുക്കറിയാം, രാജാവിന്റെ കത്തും ഗവർണർമാർക്ക് കൊടുക്കാനുള്ള കത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനുള്ള കത്തും എല്ലാം മേടിച്ച് പടനായകന്മാരെയും കുതിരച്ചേവകരെയും കൊണ്ട് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. താൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ദർശനത്തോടെ തന്റെ വിഷൻ ആളുകളോട് ഷെയർ ചെയ്ത് അവരെ ധൈര്യപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇനി നാം നിന്നാപാത്രങ്ങളായി തീരാതിരിക്കാൻ നമുക്ക് എഴുന്നേറ്റ് പണിയാം. പക്ഷേ അവരെ പരിഹസിച്ചവരുടെ മുമ്പിൽ അവരൊരു ഡിക്ലെയർ ചെയ്തു. എന്താണ് അറിയാമോ ആ ഡിക്ലറേഷൻ? 3 കാര്യം അവര് പറഞ്ഞു. നിങ്ങൾക്ക് യെരുശലേമിൽ ഓഹരിയില്ല, നിങ്ങൾക്ക് യെരുശലേമിൽ അവകാശമില്ല, നിങ്ങൾക്ക് യെരുശലേമിൽ ജ്ഞാപകമില്ല. 2-ാം അധ്യായം 20-ാം വാക്യത്തിന്റെ അവസാനം. എനിക്ക് കർത്താവിൽ താഴ്മയോടെ നിങ്ങളെ ഓർപ്പിച്ച് ധൈര്യപ്പെടുത്താനുള്ളത്, വിഷനോടുകൂടി നിങ്ങൾ പണി ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ച് പറയണം, യു ഡെവിൾ, നിനക്ക് എന്റെ ഫാമിലിയിൽ സ്പേസ് ഇല്ല, എന്റെ തലമുറയിൽ സ്പേസ് ഇല്ല, എന്റെ പ്രൊഫഷനിൽ നിനക്ക് സ്പേസ് ഇല്ല. സേ ആമേൻ. ഇത് നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് പറയണം ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. നിങ്ങളെ അലട്ടുന്ന ഏത് പ്രശ്നത്തിന്റെയും നടുവിൽ ഞാൻ പറയാം, നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ വലുതല്ലേ നിങ്ങളോട് സംസാരിച്ച സർവശക്തൻ? ആമേൻ. ഹല്ലേലൂയ. യെസ്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ വലുതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആടിയുലഞ്ഞ് അസ്തമിക്കുമെന്ന് തോന്നുന്നിടത്ത് പാറപ്പുറത്ത് പണിതിരിക്കുന്നവനാണ് നമ്മളെ ദൈവം. ഓർത്തിരിക്കണം, അത് ക്രിസ്തു എന്ന പാറമേലാണ്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക, ഇവിടെ നമ്മൾ കണ്ടത് യെസ്, പരിഹസിക്കുന്നു, കോപം പൂടുന്നു, അവരെ വിളിക്കുന്ന 2-ാം വാക്യത്തിൽ പറയുന്ന ഈ ദുർബലന്മാർ എന്നൊരു വാക്ക് ഉപയോഗിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ദുർബലന്മാർ. ഇതാരെയാ വിളിച്ചത്? പട്ടാളം കൂടെ ഉള്ളവനെയാ വിളിച്ചത്. എന്തെങ്കിലും പ്രതികരിച്ചോ? ഒന്നും പ്രതികരിച്ചില്ല. അപ്പൊ നോക്കുക, ആ 5 കമന്റുകൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇവര് പണിയാൻ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? ക്വസ്റ്റ്യൻ. ദൈവത്തിന്റെ പൈതലേ, സത്യമാ അവര് പറയുന്നത്. ഇത് വെന്ത് കിടക്കുക, ഇത് ചണ്ടിക്കൂമ്പാരമാ. ഒരിക്കൽ ഇത് ചണ്ടിക്കൂമ്പാരമാകാൻ അനുവദിച്ച അതേ ദൈവം തന്റെ ജനം ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചപ്പോൾ ആ നിന്ന ഉരുട്ടിക്കളയാൻ ദൈവം പണിയാൻ ആളുകളെ എഴുന്നേൽപ്പിച്ചു. നിങ്ങളുടെ വീട്ടിലെ പൊളിഞ്ഞുപോയ പ്രാർത്ഥനയുടെ മതിൽ, നിങ്ങളുടെ തലമുറയുടെ മേൽ പൊളിഞ്ഞുപോയ പ്രാർത്ഥനയുടെ മതിൽ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവകൃപയുടെ പൊളിഞ്ഞുപോയ മതിൽ, നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പൊളിഞ്ഞുപോയ മതിൽ, നിങ്ങളുടെ ആത്മഭാരത്തിന്റെ മതിൽ, നല്ല ക്രൈസന്റേഡ് ആയിട്ടുള്ള ക്യാരക്ടർ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ മതിൽ, പ്രൈസ് ഗോഡ്, എവരിതിങ് ഇൻ ക്രൈസ്റ്റ്, സ്വയാശ്രയത്തിലേക്ക്, ക്രൈസ്റ്റിൽ നിന്ന് സ്വയാശ്രയത്തിലേക്ക് വന്നു പോയെങ്കിൽ ആ പൊളിഞ്ഞുപോയ മതിൽ, ഫോർ ക്രൈസ്റ്റ് എന്ന നില വിട്ടിട്ട് പേരിന്, പ്രസിദ്ധിക്ക്, നെയ്മിന്, ഫെയിമിന് വേണ്ടി ഞാൻ നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയെങ്കിൽ ആ മതിൽ പൊളിഞ്ഞു പോയി. റൈസ് ആൻഡ് ബിൽഡ്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ കുടുംബജീവിതം 2 മുറിയിലാണോ? ഫാമിലി ലൈഫിന്റെ മതിൽ പൊളിഞ്ഞു കിടക്കുക. അമ്മേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മറ്റൊരു നിലയിൽ തെറ്റിദ്ധരിച്ചാണോ? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ തലമുറയുടെ മതിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക,
പിശാച് എപ്പോഴും അവൻ ഫോഷ്ക്ക് പറയുന്നവനാണ്. യോഹന്നാൻ 8:44 പറയുന്ന അവൻ ഫോഷ്ക്ക് പറയുന്നവനാണ്. നിങ്ങൾ റെഫറൻസ് വേഗം കുറിച്ചെടുക്കുക. സാത്താന്റെ പ്രത്യേകത മറ്റൊന്ന്, അവൻ കുറ്റം ചുമത്തുകയും അപവാദം പറയുകയും ചെയ്യുന്നവനാണ്. വെളിപ്പാട് 12:10. 3, അവൻ തെറ്റിച്ചു കളയുന്നവനാണ്. വെളിപ്പാട് 12:9. അവൻ പരീക്ഷിക്കുന്നവനാണ്. ഭക്ഷണത്തിലൂടെ പരീക്ഷിക്കാൻ വന്നു, സ്ഥാനമാനത്തിലൂടെ പരീക്ഷിക്കാൻ വന്നു, ഇന്റർനാഷണൽ ഓഫർ കൊടുത്ത് യേശുവിന്റെ അരികിൽ പരീക്ഷിക്കാൻ വന്നു. പക്ഷെ അവിടെയെല്ലാം യേശു ജയിക്കുന്നത് വചനം കൊണ്ടാണ്. സോ നിങ്ങൾ ദൈവവചന സിസ്റ്റമാറ്റിക്കലായി പഠിക്കുന്നത് കൊണ്ട് പിശാചിന്റെ മേൽ നിങ്ങൾക്ക് ജയം ഉറപ്പാണ്. മറ്റൊന്ന്, സാത്താൻ പീഡിപ്പിക്കുന്നവനാണ്. അവൻ വഴികളെ തടുക്കുന്നവനാണ്. അലറുന്ന സിംഹം പോലെ വരുന്നവനാണ്. അവൻ വിളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നവനാണ്. എന്നാൽ റോമാലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം വായിച്ച് നമ്മുടെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. റോമൻ ചാപ്റ്റർ 16:20 എന്തെഴുതിയിരിക്കുന്നു? ഓക്കെ, സംബടി. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ കാൽ കീഴെ സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ഓക്കെ, somebody can read in English also. എന്തെഴുതിയിരിക്കുന്നു? The God of peace will crush Satan under your feet. Very so. Okay, നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങളുടെ മുകളിൽ പോരാടുന്നതിന്റെ മുകളിൽ നിങ്ങളുടെ പാദത്തെ വെപ്പിക്കുമെന്ന കർത്താവിന്റെ വചനം പറയുന്നത്. സേ ആമേൻ. ഏതൊക്കെ നിങ്ങളെ ഫിസിക്കലി, സ്പിരിച്വലി, ഫിനാൻഷ്യലി ടോർച്ചർ ചെയ്യുന്നു, നിങ്ങൾ തന്നെ ഡിക്ലെയർ ചെയ്ത് പറയണം, യേശുവിന്റെ ബ്ലഡ് കൊണ്ട് എന്നെ സീൽ ചെയ്തിരിക്കുന്നെങ്കിൽ, എന്റെ പ്രാണൻ യേശുവിന്റെ ഭണ്ഡാരത്തിൽ മറയപ്പെട്ടിരിക്കുന്നെങ്കിൽ, ദൈവഹിതത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ക്രിസ്തുയേശുവിൽ പിടിച്ചടക്കി കർത്താവിന്റെ മഹത്വത്തിനായി നിലകൊള്ളുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. Shall we pray? Praise the Lord. Okay, പ്രാർത്ഥിക്കാം. ഷിബ പ്രാർത്ഥിക്കുക, അനീച്ചാനും പ്രാർത്ഥിക്കുക. ഞങ്ങളെ തന്നെ ദൈവമേ, ഹല്ലേലൂയ. നല്ല സാക്ഷ്യങ്ങൾ സ്തുതിക്കുന്ന അതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ കേട്ട വചനങ്ങളെല്ലാം കർത്താവേ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ പലകമേൽ എഴുതപ്പെടുവാൻ അങ്ങ് സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ. അങ്ങയുടെ കൃപ കൂടെ എല്ലാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ കർത്താവേ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ലീഡ് ചെയ്താട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ വേദന ഹല്ലേലൂയ അങ്ങ് അറിയുന്ന ദൈവമാണല്ലോ നാഥാ. ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ ഞങ്ങളുടെ നടപ്പ് അങ്ങ് അറിയുന്ന ദൈവമാണല്ലോ കർത്താവേ ദൈവമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളും നിലവുകളെല്ലാം കർത്താവേ ദൈവമേ അറിയുന്ന ദൈവമാണല്ലോ കർത്താവേ ദൈവമേ. ഹല്ലേലൂയ. മുമ്പോട്ടുള്ള പാത കർത്താവേ ദൈവമേ അങ്ങ് ഉപദേശിച്ചെന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ. ബുദ്ധി അടികളുടെ മേൽ വെച്ച് കർത്താവേ ദൈവമേ അങ്ങ് ജ്ഞാനത്തെ പാർന്ന് നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവേ ദൈവമേ അങ്ങിൽ ആശ്രയിക്കുന്ന കർത്താവേ ദൈവമേ. ഹല്ലേലൂയ. കേട്ട വചനം കർത്താവേ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും കർത്താവെ ഏറ്റവും അനുഗ്രഹമാക്കി അങ്ങ് മാറ്റിക്കാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദേവദാസനെയും കുടുംബമായി കർത്താവെ ദൈവമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരുന്നാട്ട് കർത്താവെ ശുശ്രൂഷയിലും കർത്താവെ ദൈവമേ ഹല്ലേലൂയ ദൈവമേ പിന്നെയും കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. അങ്ങയുടെ കൃപ കൂടെ നാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സകല മാനവും മഹത്വം അങ്ങേക്ക് ഞങ്ങൾക്ക് ആജീവൻ യേശു നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. മഹാപരിശുദ്ധത്തിനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളെ ക്രിസ്തുയേശുവിനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ എല്ലാം സാക്ഷ്യങ്ങൾ സ്വർഗം കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സകലരുടെയും ആവശ്യം സ്തോത്രത്തോടെ ദൈവസന്നിധി സമർപ്പിക്കുന്ന പച്ച എല്ലാം വിടുതൽ പ്രാപിച്ച് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒരു സാക്ഷ്യത്തെ ഉളവാക്കുന്നതുമാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധനാമം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ദൈവം പ്രാർത്ഥനയും കേട്ടതിനായി സ്തോത്രം.
ഞങ്ങൾക്ക് വേണ്ടി ജീവൻ യേശു ക്രിസ്തു നാമത്തെ പിതാവേ, ആമേൻ. 2 കൊരിന്തി 13 അധ്യായം അതിന്റെ 14 വാക്യം ഒരുമിച്ച് വായിച്ചാട്ടെല്ലാരും അത് ലേൺ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2 Corinthians chapter 13 verse 14. Yes. അത് പല ഭാഷയിൽ പഠിക്കണം. ഇംഗ്ലീഷിൽ the grace of the Lord Jesus and the love of Father of the Holy Spirit. ഹിന്ദിയിലും പഠിക്കണം. എത്ര ഭാഷയിൽ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുമോ അത്രയും ഭാഷയിൽ ഭാഷയിൽ പ്രവർത്തിക്കുന്നവർക്ക് നടത്തുമ്പോൾ അവരുടെ ഭാഷയിൽ ആശീർവാദം പറയുന്നത് അവർക്ക് വലിയൊരു സന്തോഷമായി തീരും. അവരെ താമസിച്ചാൽ നമുക്ക് നാളെ മോർണിംഗിൽ കാണാം. അതുവരെയും പ്രാർത്ഥനയിൽ കർത്താവ് നിങ്ങളേവരെയും സൂക്ഷിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൂട്ടങ്ങൾ എല്ലാവരെയും മറക്കട്ടെ. സ്പിരിച്വലി, ഫിസിക്കലി, മെന്റലി, ഫിനാൻഷ്യലി എല്ലാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ക്ഷമിക്കണം. ദൈവം സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് എത്ര പേർക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റും ഷെയർ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് വിശ്വാസമുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ദൈവനം പഠിക്കുവാനും മക്കളെ നേടി ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിനോട് പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് പങ്കുവയ്ക്കുക. താങ്ക് യു വെരി മച്ച്.